രണ്ടാം ലോക മഹായുദ്ധം ഒരു കഥയുടെ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഈ വീഡിയോ സീരീസിൻ്റെ രണ്ടാമത്തെയും അവസാനത്തെയും അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ എപ്പിസോഡിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും കൊടുക്കുന്നുണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം ഈ എപ്പിസോഡ് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അവിടെ ഞാൻ പറഞ്ഞു നിർത്തിയതിൻ്റെ കൃത്യം ബാക്കിയാണ് ഈ അധ്യായത്തിൽ പറഞ്ഞു തുടങ്ങുന്നത്. ഓപ്പറേഷൻ ബാർബറോസ ഇവിടെ ആരംഭിക്കുന്നു. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ യുദ്ധമാണ് ഓപ്പറേഷൻ ബാർബറോസ. ജർമ്മനി ശക്തമായിട്ടുള്ള USSRനെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ നേരിട്ട് ആക്രമിക്കുന്നു. അതിനുവേണ്ടി 40 ലക്ഷത്തോളം വരുന്ന പട്ടാളക്കാരെയാണ് ഹിറ്റ്ലർ നിയോഗിക്കുന്നത്. ഒപ്പം 3000-ഓളം വരുന്ന വിമാനങ്ങളുമുണ്ട്. സോവിയറ്റ് യൂണിയൻ്റെ കയ്യിലുള്ളത് 20,000-ഓളം വരുന്ന ടാങ്കുകളാണ്. പക്ഷേ ജർമ്മനിക്ക് ആകെ 6,000 ടാങ്കുകൾ മാത്രമേ ഉള്ളൂ. പാൻസർ മാർക്ക് 4 എന്ന വിഭാഗത്തിൽപ്പെടുന്ന ടാങ്കുകളാണിത്. എണ്ണത്തിൽ വളരെ കുറവാണെങ്കിൽ പോലും അന്ന് ലോകത്തിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടാങ്കുകൾ ഉണ്ടായിരുന്നത് ജർമ്മനിക്കാണ്. ആ ടാങ്കുകളാണ് 6,000 എണ്ണം. പക്ഷേ സോവിയറ്റ് യൂണിയൻ്റെ 20,000-ഓളം വരുന്ന ടാങ്കുകൾ താരതമ്യേന കുറച്ച് പഴഞ്ചനായിട്ടുള്ള ടാങ്കുകളാണ്. എന്നാൽ T-34 എന്ന പേരിൽ അറിയപ്പെടുന്ന നൂതനമായിട്ടുള്ള ടാങ്കുകൾ അവർ ഏകദേശം വികസിപ്പിച്ച് കഴിയാറായിരുന്നു ആ ഒരു ഘട്ടമായപ്പോഴേക്കും. പക്ഷേ ഓപ്പറേഷൻ ബാർബറോസയുടെ ആദ്യ ഘട്ടത്തിൽ അവർക്ക് ആ ടാങ്കുകൾ ഉപയോഗിക്കാൻ സാധിച്ചില്ല. വളരെ പെട്ടെന്ന് തന്നെയായിരുന്നു ജർമ്മനിയുടെ ആക്രമണം ഉണ്ടായത്. ഈ യുദ്ധത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള 2 ശക്തികളാണ് ഏറ്റുമുട്ടുന്നത്. ഒരു ഭാഗത്ത് ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയും വേഗതയുമാണുള്ളത്. അതേസമയം സോവിയറ്റ് യൂണിയൻ്റെ പക്കലുള്ളത് എണ്ണിയാൽ ഉടങ്ങാത്തത്ര ശക്തമായിട്ടുള്ള എണ്ണത്തിൽ കൂടുതലുള്ള ഒരു വലിയ സേനയുമാണ്. കൂടുതലും ഏറ്റവും നൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യയും തമ്മിലുള്ള പരസ്പരമുള്ള ഏറ്റുമുട്ടൽ. യുദ്ധം ആരംഭിക്കുന്നത് 1941 ജൂൺ മാസം 22-ാം തീയതിയാണ്. സമയം വെളുപ്പിനെ 3:15. അത്രയും നേരത്തെ തന്നെ അവർ യുദ്ധത്തിന് പുറപ്പെട്ടിരുന്നു. ആദ്യം ആക്രമിക്കുന്നത് വിമാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ലുഫ്റ്റ്വാഫെ എന്ന പേരിൽ അറിയപ്പെടുന്ന ജർമ്മനിയുടെ എയർഫോഴ്സ്. അവരുടെ ടാർഗറ്റ് കേന്ദ്രങ്ങളൊക്കെ എയർഫീൽഡുകളാണ്. സോവിയറ്റ് യൂണിയന് ഒരു സൂചന കിട്ടുന്നതിന് മുൻപ് തന്നെ, അവിടുത്തെ വിമാനങ്ങൾ പറന്നുയരുന്നതിന് മുൻപ് തന്നെ, അവർ ഉറങ്ങിക്കിടക്കുന്ന അതേ നേരത്ത് തന്നെ അവരുടെ എയർഫീൽഡുകൾ ഒന്നൊന്നായി നശിപ്പിക്കാൻ തുടങ്ങി. ആ നശീകരണ പ്രക്രിയ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെ റഷ്യയുടെ അതിർത്തിയിലേക്ക് ജർമ്മനിയുടെ പാൻസർ പട, അതായത് അവരുടെ ടാങ്ക് പടയും യുദ്ധമുഖത്തേക്ക് കുതിച്ചു കയറി. വെറും 2 ദിവസം കൊണ്ട് 75 കിലോമീറ്ററോളം വരുന്ന റഷ്യയുടെ പ്രദേശങ്ങളാണ് ഇവർക്ക് പിടിച്ചെടുക്കാൻ സാധ്യമായത്. ആ 2 ദിവസത്തിനുള്ളിൽ തന്നെ 10,000-കണക്കിന് സോവിയറ്റ് യൂണിയൻ പട്ടാളക്കാർ കൊല്ലപ്പെട്ടു. അതിലുമൊക്കെ കൂടുതൽ പട്ടാളക്കാരെ തടവ് പുള്ളികളായിട്ട് നേരെ ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്കും കൊണ്ടുപോയി. പക്ഷേ 7 ദിവസം കഴിഞ്ഞപ്പോൾ ജർമ്മനിക്ക് താൽക്കാലികമായിട്ട് ആ യുദ്ധം ഒന്ന് നിർത്തിവെക്കേണ്ടി വന്നു. കാരണം പാൻസർ അതിശക്തമായ വേഗതയിലാണ് മുന്നോട്ട് കുതിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർക്ക് പെട്ടെന്ന് ഇത്രയധികം കിലോമീറ്ററുകൾ താണ്ടാനും സാധിച്ചത്. പക്ഷേ യുദ്ധം മുന്നോട്ട് പോകണമെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അവിടെ എത്തിക്കണം, യന്ത്രക്കോപ്പുകൾ അവിടെ എത്തിക്കണം, തിരകൾ അവിടെ എത്തിക്കണം. ഇതൊക്കെ എത്തിക്കണമെങ്കിൽ കുറച്ചു നേരം ഒരു ബ്രേക്ക് എടുക്കണം. എങ്കിൽ മാത്രമേ സപ്ലൈ ചെയിനിന് ഇവരോടൊപ്പം എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ താൽക്കാലികമായിട്ട് ആ യുദ്ധം അവിടെ അവസാനിച്ചു. താൽക്കാലികമായിട്ടുള്ള ഈ വിശ്രമം അത് USSRന് അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയന് ഒരു അനുഗ്രഹമായിട്ട് മാറുകയായിരുന്നു. കൂടുതൽ പട്ടാളക്കാരെ ഒരുക്കിയെടുക്കാൻ അവർക്ക് ഈ സമയം ഉപയോഗിക്കാം. 1-2മല്ല, 1.25 കോടി പട്ടാളക്കാരെയാണ് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് റഷ്യ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ T-34 വിഭാഗത്തിൽപ്പെടുന്ന ഏറ്റവും നൂതനമായിട്ടുള്ള ടാങ്കുകളും രംഗത്തേക്ക് ഇറക്കാൻ സാധിച്ചു. T-34ൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ വേഗതയാണ്. ജർമ്മനിയുടെ പാൻസർ മാർക്ക് 4 സഞ്ചരിക്കുന്നതിനേക്കാൾ കൂടുതൽ വേഗതയിൽ T-34ന് സഞ്ചരിക്കാൻ സാധിക്കും. സോവിയറ്റ് യൂണിയൻ്റെ ഉത്തരഭാഗത്തായിട്ടാണ് ഫിൻലാൻഡ് വരുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഫിൻലാൻഡിനോട് ചേർന്ന് തന്നെ സോവിയറ്റ് യൂണിയന് വളരെ വേണ്ടപ്പെട്ട ലെനിൻഗ്രാഡ് എന്ന് പറയുന്ന പ്രദേശമുണ്ട്. ഈ കാലഘട്ടത്തിൽ അതറിയപ്പെടുന്നത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എന്ന പേരിലാണ്. ആ വളരെ നിർണായകമായിട്ടുള്ള പ്രദേശം പിടിച്ചടക്കാനായിട്ട് ഫിൻലാൻഡ് വഴി ജർമ്മനി പരിശ്രമിച്ചു. ഫിൻലൻഡിൻ്റെ കുറേയധികം പ്രദേശങ്ങൾ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുത്ത കാര്യം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു. ആ പ്രദേശങ്ങൾ ആദ്യം പിടിച്ചെടുക്കണം. അതിനുശേഷം വേണം ലെനിൻഗ്രാഡിൻ്റെ മേഖലകളിലേക്ക് കടക്കാൻ. ശക്തമായിട്ടുള്ളൊരു യുദ്ധമാണ് അവിടെ നടന്നത്. ഒരേ സമയം 2 ഇടത്തു നിന്നുള്ള ആക്രമണം വന്നപ്പോൾ സോവിയറ്റ് യൂണിയൻ ശരിക്കും പെട്ടുപോയി. അവർ പരമാവധി അവരുടെ റിസോഴ്സുകളൊക്കെ ഉപയോഗിച്ചത് ജർമ്മനിയുമായിട്ട് നടക്കുന്ന വെസ്റ്റേൺ വാർ ഫ്രണ്ടിലുള്ള ആക്രമണത്തിന് വേണ്ടിയിട്ടാണ്.
കാരണം ആ മേഖലയോട് ചേർന്നിട്ടാണ് അവരുടെ മോസ്കോ പട്ടണമുള്ളത്. ജർമ്മനിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് തന്നെ റഷ്യയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള മോസ്കോ കീഴടക്കുക എന്നതാണ്. മോസ്കോ പിടിച്ചടക്കി കഴിഞ്ഞാൽ പിന്നെ റഷ്യ ഈ ഭൂമുഖത്ത് തന്നെ ഇല്ല. ജർമ്മനി അതിശക്തമായിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറും. കാരണം റഷ്യയുടെ പ്രദേശം എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ട് കിടക്കുന്നൊരു പ്രദേശമാണ്. ഒരുപാട് നാച്ചുറൽ റിസോഴ്സുകളുണ്ട്. പ്രധാനമായിട്ടും സ്റ്റീലും അതുപോലെ ഓയിലുകളുമൊക്കെ അവിടെ നിന്ന് ഖനനം ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. റഷ്യ ജർമ്മനിയുടെ കയ്യിലായി കഴിഞ്ഞാൽ സാക്ഷാൽ അമേരിക്ക നേരിട്ട് ഇറങ്ങി വന്നാൽ പോലും ജർമ്മനിയെ തോൽപ്പിക്കാൻ അല്പം പ്രയാസമായിരിക്കും. അതുകൊണ്ടാണ് റഷ്യ പ്രധാനമായിട്ടും മോസ്കോയെ സംരക്ഷിക്കാനായിട്ട് കൂടുതൽ റിസോഴ്സുകൾ അവിടേക്ക് കൊടുത്തത്. ഫിൻലാൻഡ് വഴി ജർമ്മനിക്ക് ഒട്ടും വൈകാതെ തന്നെ ലെനിൻഗ്രാഡ് വരെ എത്തിച്ചേരാൻ സാധിച്ചു. അതായത് സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് വരെ എത്തിച്ചേരാൻ സാധിച്ചു. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടെ ക്രൂരത നിറഞ്ഞിട്ടുള്ള രീതിയിലാണ് അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ ഹിറ്റ്ലർ കൊല്ലുന്നത്. നേരിട്ട് ആക്രമിക്കുന്നില്ല. പകരം ആ ലെനിൻഗ്രാഡിലേക്ക് ഒരു രീതിയിലും ഭക്ഷണമോ ജലമോ എത്തില്ല എന്ന് 100% ഉറപ്പുവരുത്തി. 1-2 ദിവസങ്ങളല്ല, അല്ലെങ്കിൽ 1-2 മാസങ്ങളല്ല, ഏകദേശം 2 വർഷത്തോളമാണ് ഇത് തുടർന്നു പോയത്. 1941 നവംബർ മാസത്തിലാണ് ഹിറ്റ്ലർ ആദ്യമായി ഈ ഒരു പദ്ധതി ആരംഭിക്കുന്നത്. ആ മാസം മാത്രം സാധാരണക്കാരായിട്ടുള്ള 10,000-ഓളം വരുന്ന മനുഷ്യർ പട്ടിണി കിടന്ന് മരണമടഞ്ഞു. പിന്നീടുള്ള ഓരോ മാസങ്ങളിലും ആ മരണസംഖ്യ ഗണ്യമായി വർദ്ധിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. വെറും 2 വർഷങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ മൊത്തം മരണമടഞ്ഞവരുടെ എണ്ണം 10 ലക്ഷത്തിന് മുകളിലെത്തിയിരുന്നു. പട്ടാളക്കാരല്ല, സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇനി നമുക്ക് സോവിയറ്റ് യൂണിയൻ്റെ വെസ്റ്റേൺ വാർ ഫ്രണ്ടിലേക്ക് പോകാം. അവിടെയാണ് ജർമ്മനി മോസ്കോ ലക്ഷ്യം വെച്ച് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത്. താൽക്കാലികമായിട്ട് അവർ വിശ്രമത്തിലായിരുന്നു. എന്നാൽ ഇപ്പോൾ വിശ്രമമൊക്കെ അവസാനിപ്പിച്ചു. സപ്ലൈ ചെയിൻ അവരുടെ അടുത്ത് വരെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ധൈര്യമായിട്ട് മുന്നോട്ട് പോകാം. മുൻപ് ആക്രമിച്ചതിനേക്കാൾ കുറേ കൂടി തീവ്രമായിട്ടുള്ള രീതിയിൽ കൂടുതൽ അവർ ആക്രമിക്കാൻ തുടങ്ങി. അങ്ങനെ ഒക്ടോബർ മാസം 8-ാം തീയതി എത്തിയപ്പോൾ അവർക്ക് മോസ്കോയുടെ തൊട്ടരികിൽ വരെ എത്തിച്ചേരാൻ സാധിച്ചു. മോസ്കോയിലേക്കുള്ള ദൂരം വെറും 80 കിലോമീറ്ററുകൾ മാത്രമാണ്. ഈ വേഗതയിൽ പോവുകയാണെങ്കിൽ അവർക്ക് ആ മാസം തന്നെ മോസ്കോ കീഴ്പ്പെടുത്താൻ സാധിക്കും, റഷ്യയെ ഇല്ലാതെയാക്കാൻ സാധിക്കും. എന്നാൽ മോസ്കോ കീഴടങ്ങിയില്ല. മോസ്കോയെ കീഴടക്കാൻ സാധിച്ചില്ല. അതിൻ്റെ കാരണം 1.25 കോടിയോളം വരുന്ന സോവിയറ്റ് യൂണിയൻ്റെ പട്ടാളക്കാരല്ല, അല്ലെങ്കിൽ റെഡ് ആർമി അല്ല, പ്രകൃതിയാണ്. അതിശക്തമായിട്ടുള്ള മഴയാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നത്. ആ മഴയെ തുടർന്ന് ആ പ്രദേശം മുഴുവനും വലിയൊരു ചെളിക്കുണ്ടായിട്ട് മാറി. സാധാരണഗതിയിലുള്ള ടാറിട്ട റോഡുകളിലൂടെയല്ല ഈ പാൻസർ ടാങ്കുകൾ സഞ്ചരിക്കുന്നത്. റോഡൊന്നും ബാധകമല്ലാതെ അത് മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മുൻപിലുള്ള സകല പ്രതിസന്ധികളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു ചെളിക്കുണ്ടായിട്ട് കിടക്കുന്ന ആ മേഖലകളിലൂടെ പാൻസറിന് അധികം സഞ്ചരിക്കാൻ സാധിക്കാതെയായി. അതിന് യന്ത്ര തകരാറുകൾ ഉണ്ടാകുന്നുണ്ട്. അത് പലപ്പോഴും ചെളിക്കുണ്ടിൽപ്പെട്ട് മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരവസ്ഥയായി. ഇത് മുതലാക്കാൻ സോവിയറ്റ് യൂണിയന് നന്നായിട്ട് സാധിച്ചു. അവർ ശക്തമായിട്ടുള്ള ഒരു യുദ്ധമാണ് ഈ ഘട്ടത്തിൽ ജർമ്മനിക്കെതിരെ അഴിച്ചുവിടുന്നത്. അതിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ജർമ്മനിക്കും അതുപോലെ സോവിയറ്റ് യൂണിയനും സംഭവിക്കുന്നുണ്ട്. കുറച്ച് മാസങ്ങൾ കൂടി കഴിഞ്ഞ് ഡിസംബർ മാസമായി. മഴയൊക്കെ മാറി വീണ്ടും പഴയതുപോലെ ആക്രമിക്കാം എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് സാധിക്കില്ല. ഹിറ്റ്ലറിൻ്റെ പദ്ധതി തന്നെ ഇങ്ങനെ ആയിരുന്നില്ല. ഹിറ്റ്ലറിൻ്റെ പദ്ധതി അനുസരിച്ച് ഡിസംബർ മാസം തുടങ്ങുന്നതിന് മുൻപ് തന്നെ മോസ്കോ കീഴ്പ്പെടുത്തിയിട്ടുണ്ടായിരിക്കണം, റഷ്യയെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയനെ ഇല്ലായ്മ ചെയ്തിട്ടുണ്ടായിരിക്കണം. അതൊന്നും വൈകിക്കഴിഞ്ഞാൽ പണി പാളും. ഇവിടെ സംഭവിച്ചത് അതുതന്നെയാണ്. അവർ പ്രതീക്ഷിക്കാതെ ഒരു വലിയ മഴ സംഭവിച്ചു, പ്രളയമുണ്ടായി. പ്രളയം എന്ന് പറയുമ്പോൾ വെള്ളപ്പൊക്കമല്ല, ആ ചെളിക്കുണ്ട് സൃഷ്ടിക്കപ്പെട്ടു. അതിനെ തുടർന്ന് അവർക്കൊന്ന് ഡിലേ ആകേണ്ടി വന്നു. സോവിയറ്റ് യൂണിയൻ്റെ എണ്ണിയാൽ ഒടുങ്ങാത്തത്ര റെഡ് ആർമിയുടെ ഒരു കടന്നുവരവ് കൂടി ആയപ്പോഴേക്കും കണക്കുകൂട്ടലുകളൊക്കെ തെറ്റി. അവർ ഡിലേ ആയതിനെ തുടർന്ന് ഡിസംബർ മാസത്തിലെ അതിശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ച ആരംഭിച്ചു. അതിനെ തുടർന്ന് അവരുടെ പാൻസർ ടാങ്കുകൾ പ്രവർത്തനരഹിതമായി. മഞ്ഞിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല അതിൻ്റെ ഡിസൈൻ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അതവിടെ സ്റ്റക്കായി. ജർമ്മനിക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഈ ഘട്ടത്തിൽ സംഭവിക്കുന്നത്. ഇത് സോവിയറ്റ് യൂണിയൻ വീണ്ടും മുതലാക്കി. ഓൾറെഡി അവർക്ക് ഒരു മേൽക്കോയ്മ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പമാണ് ഈ മഞ്ഞുവീഴ്ചയും കൂടെ സംഭവിച്ചിരിക്കുന്നത്. അത് അക്ഷരാർത്ഥത്തിൽ തന്നെ അവർ മുതലാക്കി. ജർമ്മനിക്ക് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചു. പക്ഷേ ഹിറ്റ്ലറിൻ്റെ സ്വഭാവം അനുസരിച്ച് ഒരിക്കലും ഒരു യുദ്ധമുഖത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞാൽ തിരിച്ചൊരു പോക്കില്ല.
മോസ്കോ കീഴടക്കിയേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഹിറ്റ്ലർ കർശനമായിട്ടുള്ള നിർദ്ദേശം വാർ ഫ്രണ്ടിലേക്ക് കൊടുത്തു. ഒരു കാരണവശാലും പിന്തിരിയാൻ പാടില്ല. മോസ്കോ കീഴടക്കിയിട്ട് മാത്രമേ നിങ്ങൾ ഇനി തിരികെ വരികയുള്ളൂ. അതനുസരിച്ച് തുടർച്ചയായിട്ടുള്ള 4 മാസങ്ങളിൽ ഈ മേഖലയിൽ, അതായത് മോസ്കോ വരെ എത്തിയില്ല, മോസ്കോയുടെ അതിർത്തി പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള യുദ്ധം നടന്നു. യുദ്ധത്തിൽ ജർമ്മനിക്ക് കനത്ത നാശനഷ്ടങ്ങളാണ് സംഭവിച്ചത്. ഒടുവിൽ ഹിറ്റ്ലറിന് മോസ്കോയെ ഇപ്പോൾ കീഴ്പ്പെടുത്തണ്ട എന്നുള്ള ഒരു ഉത്തരവ് കൂടി ഇറക്കേണ്ടി വന്നു. ഇതിൽ ജർമ്മനിക്കൊരു വലിയ തോൽവി സംഭവിച്ചു എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ല. കാരണം മോസ്കോയ്ക്ക് ഏകദേശം അടുത്തുവരെയുള്ള ഒരുപാട് പ്രദേശങ്ങൾ അപ്പോൾ തന്നെ അവർ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. ഉക്രൈൻ കീഴടക്കിയിട്ടുണ്ടായിരുന്നു, ബാൾട്ടിക് രാജ്യങ്ങൾ കീഴടക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ പ്രദേശങ്ങൾ ഓൾറെഡി കീഴടക്കി കഴിഞ്ഞു. അവർക്ക് മോസ്കോയിലേക്ക് എത്താൻ പറ്റുന്നില്ല എന്നുള്ളൊരു വിഷമകരമായിട്ടുള്ളൊരു അവസ്ഥ മാത്രമാണ് ഈ ഘട്ടത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ജർമ്മനിയെ ഇങ്ങനെ തടഞ്ഞു നിർത്തുന്നതിൽ സ്റ്റാലിൻ്റെ വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു നീക്കം കൂടി ഉണ്ടായിരുന്നു. അതിശക്തമായിട്ടുള്ള മഞ്ഞ് പെയ്യുന്ന സാഹചര്യങ്ങളിൽ യുദ്ധം ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വിഭാഗം ആളുകൾ സോവിയറ്റ് യൂണിയനിലുണ്ട്. അത് സൈബീരിയയിൽ താമസിക്കുന്ന, അവിടെ പരിശീലനങ്ങൾ ഏർപ്പെടുന്ന പട്ടാളക്കാരാണ്. അദ്ദേഹം 1-2 ട്രെയിനുകളുടെ സഹായത്താൽ 30 ഡിവിഷനോളം വരുന്ന സൈബീരിയൻ പട്ടാളക്കാരെ ഈ യുദ്ധ മുനമ്പിലേക്ക് കൊണ്ടുവന്നു. അതാണ് ശരിക്കും ഹിറ്റ്ലറിന് വലിയ രീതിയിലുള്ള തിരിച്ചടിയായിട്ടുള്ളത്. കാരണം മഞ്ഞ് പെയ്യുന്ന പ്രദേശങ്ങളിൽ ഒരു കൂസലുമില്ലാതെ അതിനെയൊക്കെ മറികടന്ന് യുദ്ധം ചെയ്യാൻ ശേഷിയുള്ള ആളുകളായിരുന്നു ഈ സൈബീരിയയിൽ നിന്നും എത്തിച്ചേർന്ന സോവിയറ്റ് പട്ടാളക്കാർ. റഷ്യൻ മണ്ണിൽ നിലവിലുള്ള ജർമ്മൻ പട്ടാളക്കാർക്ക് പുതിയൊരു സന്ദേശം ഹിറ്റ്ലറിൻ്റെ പക്കൽ നിന്നും കിട്ടി. മോസ്കോയിലേക്ക് ഇനി നിങ്ങൾ പോകേണ്ടതില്ല. ഇനി നമ്മുടെ അടുത്ത ലക്ഷ്യസ്ഥാനം അത് സ്റ്റാലിൻഗ്രാഡാണ്. സ്റ്റാലിൻഗ്രാഡ് എന്ന് പറയുന്നത് റഷ്യയുടെ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ്റെ കുറേ കൂടെ തെക്കു ഭാഗത്തായിട്ട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയ ആണ്. അവിടെ ഒരുപാട് ഓയിൽ റിഫൈനറികളുമൊക്കെ ഉണ്ട്. അതിനോട് ചേർന്ന് തന്നെ കോക്കസസ് മലനിരകളുമുണ്ട്. ആ പ്രദേശത്തും ഒരുപാട് ഓയിൽ റിഫൈനറികളുണ്ട്. ആ പ്രദേശം കീഴടക്കാനുള്ള ഉത്തരവ് ജർമ്മൻ പട്ടാളക്കാർക്ക് കിട്ടി. അതിനെ തുടർന്ന് അവർ നേരെ പോകുന്നത് ഈ തെക്കൻ മേഖലകളിലേക്കാണ്. തെക്കൻ മേഖലകളിൽ കാര്യമായിട്ട് ആ ഘട്ടത്തിൽ സോവിയറ്റ് പട്ടാളക്കാരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ അനായാസമായിട്ട് അവർക്ക് മുന്നേറാൻ സാധിച്ചു. ഓരോ വീടും കീഴടക്കിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവിടെയുള്ള സാധാരണക്കാരെയാണ് അവർ വേട്ടയാടുന്നത്. ഓരോ വീടുകളിലും കയറി ആ വീട്ടിലുള്ള ഓരോ വ്യക്തികളെയും, ഓരോ പുരുഷന്മാരെയും, ഓരോ കുട്ടികളെയും അവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കൊന്നു തള്ളി. അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ അവരുടെ വേണ്ടപ്പെട്ട റിലേറ്റീവ്സിൻ്റെ, ഭർത്താവിൻ്റെ, അച്ഛൻ്റെ, മക്കളുടെ ഒക്കെ മുൻപിൽ വെച്ച് അതിക്രൂരമായിട്ട് പീഡനത്തിന് ഇരയാക്കി. അങ്ങനെ ഓരോ വീടുകളും ചവിട്ടി മെതിച്ചുകൊണ്ടാണ്, ക്രൂരമായിട്ടാണ് അവരുടെ സ്റ്റാലിൻഗ്രാഡിലേക്കുള്ള യാത്ര. സ്റ്റാലിൻഗ്രാഡ് വരെ സുഖകരമായിട്ട് അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചു. എന്നാൽ സ്റ്റാലിൻഗ്രാഡിൽ വെച്ച് അവർക്ക് ശക്തമായിട്ടുള്ള സോവിയറ്റ് പട്ടാളക്കാരുടെ ഒരു ഡിഫൻസാണ് നേരിടേണ്ടി വന്നത്. എന്ത് വില കൊടുത്തും സ്റ്റാലിൻഗ്രാഡിനെ സംരക്ഷിക്കണം. അതിന് പ്രധാനമായിട്ടും 2 കാരണങ്ങളുണ്ട്. ഒന്ന്, നാച്ചുറൽ റിസോഴ്സുകളാണ്. ഈ നാച്ചുറൽ റിസോഴ്സുകളൊന്നും ഹിറ്റ്ലറിൻ്റെ കയ്യിൽ അകപ്പെട്ടു പോകാൻ പാടില്ല. നമുക്ക് അതിൻ്റെ വലിയ നഷ്ടമുണ്ടാകും, ഹിറ്റ്ലറിന് അതിൻ്റെ വലിയ നേട്ടവും ഉണ്ടാകും. ഇതിനുപരിയായിട്ട് UK നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നും നിലവിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന സപ്പോർട്ടും കുറയും. കാരണം ആ ഘട്ടത്തിൽ ബ്രിട്ടൻ മിഡിൽ ഈസ്റ്റിൽ അതിശക്തമായിട്ട് തന്നെ ഉണ്ട്. മിഡിൽ ഈസ്റ്റിൽ നിന്നും ഇറാൻ ഒന്ന് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് സോവിയറ്റ് യൂണിയനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അവിടെ നിന്ന് കുറേ കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്റ്റാലിൻഗ്രാഡ് വരുന്നത്. അവിടെ നിന്ന് കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള ജർമ്മനിയുമായിട്ടുള്ള വാർ ഫ്രണ്ടിലും എത്തിച്ചേരും. മുൻപ് നടന്നിട്ടുള്ള യുദ്ധങ്ങളിലൊക്കെ ഈ മേഖലകളിലൂടെ ബ്രിട്ടൻ ഒരുപാട് സപ്ലൈ ചെയിനുകളെയും പട്ടാളക്കാരെയും ഒക്കെ അവിടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റേതായിട്ടുള്ള നേട്ടം പലപ്പോഴായിട്ട് സോവിയറ്റ് യൂണിയന് കിട്ടിയിട്ടുമുണ്ട്. ഇങ്ങനെ സ്റ്റാലിൻഗ്രാഡിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ സോവിയറ്റ് യൂണിയനും ബ്രിട്ടൻ നിലവിലുള്ള മിഡിൽ ഈസ്റ്റും തമ്മിൽ വലിയൊരു ഗ്യാപ്പ് ഉണ്ടാകും. പിന്നീട് ഒരിക്കലും ബ്രിട്ടന് സോവിയറ്റ് യൂണിയൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ല. അവർക്ക് ആവശ്യമായിട്ടുള്ള സപ്ലൈ ചെയിൻ കൊടുക്കാനും സാധിക്കില്ല. മുൻപ് ഇറാൻ എന്ന രാജ്യത്തിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെയൊരു സപ്ലൈ ചെയിൻ കൊണ്ടുപോയപ്പോൾ ഇറാനിലെ ഭരണാധികാരി ബ്രിട്ടനെയും സോവിയറ്റ് യൂണിയനെയും വിലക്കിയതാണ്. ഹിറ്റ്ലറിനോട് ഒരു പ്രത്യേക താല്പര്യം ആ ഘട്ടത്തിലെ ഭരണാധികാരിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ വിലക്കുന്നത്. ഈ രാജ്യത്തിൽ കൂടെ ഇത്തരത്തിലുള്ള ഒരു പരിപാടി നടക്കുകയില്ലെന്ന് കർശനമായിട്ട് ആ ഭരണാധികാരി പറഞ്ഞു. ഇപ്പോൾ തന്നെ ഇറാൻ്റെ ഭരണാധികാരി ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ ഹിറ്റ്ലർ ഇത് അറിയുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഇറാനിലെ ഭരണാധികാരിയുമായിട്ട് ഒരു അലയൻസ് അവരുണ്ടാക്കിയെടുക്കുന്നതാണ്. ആക്സിസ് എന്ന് പറയുന്ന ആ ഒരു മുന്നണിയുടെ ഭാഗമായിട്ട് ഇറാൻ മാറും.
വളരെ സ്ട്രാറ്റജിക് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. ഈ ഒരു പോയിൻ്റ് വളരെ അത്യാവശ്യമായിട്ട് നിലനിർത്തേണ്ടത് സോവിയറ്റ് യൂണിയൻ്റെയും ബ്രിട്ടൻ്റെയും ആവശ്യമാണ്. അതുകൊണ്ട് ഈ രണ്ട് രാജ്യങ്ങളും വളരെ ഈസി ആയിട്ട് തന്നെ ഇറാനെ പൂർണ്ണമായിട്ടും കീഴടക്കി. പക്ഷേ ഈ സ്ട്രാറ്റജിക് പോയിന്റിന് ഒരു അർത്ഥവുമില്ലാതെയായി മാറും ഹിറ്റ്ലറിന് സ്റ്റാലിൻഗ്രാഡ് കീഴടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ. അതുകൊണ്ട് സ്റ്റാലിൻ ഗാർഡിലേക്ക് 10 ലക്ഷത്തോളം വരുന്ന റെഡ് ആർമിയെ അയക്കുന്നു. അതിനു പുറമെ 9000-ഓളം വരുന്ന ടാങ്കുകൾ അയക്കുന്നുണ്ട്, 1000-ഓളം വരുന്ന എയർക്രാഫ്റ്റുകളും അയക്കുന്നുണ്ട്. സ്റ്റാലിൻഗ്രാഡിൽ അതിശക്തമായിട്ടുള്ള യുദ്ധം രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുന്നു. വലിയ രീതിയിലുള്ള നാശനഷ്ടം രണ്ട് കൂട്ടർക്കും സംഭവിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റാലിൻഗ്രാഡ് വിട്ടുകൊടുക്കാൻ സോവിയറ്റ് യൂണിയന് സാധിക്കുമായിരുന്നില്ല. അവർ പൊരുത്തിക്കൊണ്ടേയിരുന്നു ഓരോ നിമിഷവും. ഈ സമയത്തൊക്കെ ജപ്പാനിൽ ചില സംഭവ വികാസങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ജപ്പാന് പ്രധാനമായിട്ടും ഓയിലുകളും സ്റ്റീലുകളും ഒക്കെ വേണം, കൂടാതെ റബ്ബറും വേണം. അതൊന്നും അവരുടെ മേഖലകളിലില്ല. അതുകൊണ്ട് മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യണം. കൂടാതെ പല സ്ഥലങ്ങളും കീഴ്പ്പെടുത്തി അവിടെയുള്ള റിസോഴ്സുകൾ ഇവരുടെ നാട്ടിലേക്ക് കൊണ്ടുവരണം. ഇവരുടെ വ്യാവസായിക സ്ഥാപനങ്ങൾ മുന്നോട്ട് പോകണം. ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഇവർക്കുണ്ടാക്കിയെടുക്കണം, യുദ്ധക്കോപ്പുകൾ ഉണ്ടാക്കിയെടുക്കണം. എന്നാൽ അമേരിക്ക ഇവർക്കെതിരെ കടുത്ത നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഒരു രീതിയിലും ഇവർക്ക് സ്റ്റീലും ഓയിലുകളും കിട്ടുന്നില്ലെന്ന് അമേരിക്ക ഉറപ്പുവരുത്തി. അതിൻ്റെ പിന്നിൽ ഒരുപാട് റീസണുകളുണ്ട്. പ്രധാനമായിട്ടും ജർമ്മനിയുടെയും ഇറ്റലിയുടെയും ഒപ്പം ആക്സിസ് പവറിൻ്റെ ഭാഗമായിട്ട് നിൽക്കാനുള്ള ജപ്പാൻ്റെ തീരുമാനമാണ്. കുറേയധികം കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ ജപ്പാൻ്റെ ചരിത്രം വിവരിച്ചിരുന്ന ഘട്ടത്തിൽ വിവരിച്ചതാണ്. ആ കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ്. ജപ്പാന് വലിയ രീതിയിൽ ശ്വാസം മുട്ടുന്നു. അവർക്ക് ആവശ്യമായിട്ടുള്ള റിസോഴ്സുകളൊന്നും കിട്ടുന്നില്ല. പട്ടിണിയാണ്. ഇന്ന് കാണുന്ന ജപ്പാനൊന്നുമല്ല ആ കാലഘട്ടത്തിലുള്ളത്. അവർക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം പോലും ലഭ്യമാകുന്നില്ല. കൂടാതെ സൈനികരെയും തീറ്റിപ്പോറ്റണം, ആവശ്യമായിട്ടുള്ള യന്ത്രങ്ങൾ ഉൽപ്പാദിപ്പിക്കണം. അതിന് അമേരിക്കയ്ക്ക് ഒരു വലിയ പണി വെച്ച് കൊടുക്കണം. അവർക്ക് ആവശ്യമായിട്ടുള്ള ഓയിലുകളൊന്നും കിട്ടുന്നില്ല. പക്ഷേ ഈ ജപ്പാൻ്റെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ കുറേയധികം ദ്വീപ രാഷ്ട്രങ്ങളുണ്ട്. അവിടെയൊക്കെ ഓയിലുകളും സ്റ്റീലുകളുമൊക്കെ ധാരാളമായിട്ട് കിട്ടാനുമുണ്ട്. ആ ദ്വീപുകളിലൊക്കെ അമേരിക്കയുടെ ശക്തമായിട്ടുള്ള സാന്നിധ്യമുണ്ട്. അതിൽ ചിലതൊക്കെ അമേരിക്കൻ കോളനികളുമാണ്. അമേരിക്ക ഈ മേഖലകളിൽ നിന്നൊക്കെ വളരെയധികം അകലെ നിൽക്കുന്ന ഒരു രാജ്യമാണ്. ജപ്പാനിൽ നിന്ന് നമ്മൾ കിഴക്കോട്ട് പോകുമ്പോൾ നമുക്ക് പസഫിക് സമുദ്രം കാണാൻ സാധിക്കും. അവിടെ നിന്നും ഒരുപാട് യാത്ര ചെയ്താൽ മാത്രമാണ് അമേരിക്കയിൽ എത്തിച്ചേരുക. അവിടെ നിന്നും പെട്ടെന്ന് ആക്രമിച്ച് ഈ മേഖലകളിലേക്ക് എത്തിച്ചേരാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ല. അവരെ അതിന് സാധ്യമാക്കുന്നത് ഇതിന് ഇടയിലുള്ള ചില ദ്വീപുകളാണ്, ഹവായിയൻ ദ്വീപുകൾ. ആ ഹവായിയൻ ദ്വീപിലാണ് അവരുടെ പ്രശസ്തമായിട്ടുള്ള നേവൽ ബേസായ പേൾ ഹാർബർ. ആ പേൾ ഹാർബറിന് ഒരു വലിയ പണി കൊടുത്തു കഴിഞ്ഞാൽ അമേരിക്കയെ കുറേ നാളത്തേക്ക് നമുക്ക് ഇവിടെ നിന്നും അകറ്റി നിർത്താൻ സാധിക്കും. അമേരിക്കൻ കോളനികൾ പോലും ജപ്പാന് ഈ സമയം കൊണ്ട് പിടിച്ചടക്കാൻ സാധിക്കും. കാരണം ഈ മേഖലയിൽ കാര്യമായിട്ട് മറ്റ് ശക്തികളൊന്നുമില്ല. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് തന്നെ ആ ഐലൻഡുകളൊക്കെ ഇവർക്ക് സ്വന്തമാക്കാനും അവിടുത്തെ ഓയിലുകളൊക്കെ ഇവർക്ക് ഖനനം ചെയ്തെടുക്കാനും സാധിക്കും. അതിനുവേണ്ടിയാണ് അവർ ഓപ്പറേഷൻ പേൾ ഹാർബർ നടപ്പിലാക്കുന്നത്. 1941 ഡിസംബർ മാസം 7-ാം തീയതി ഒരു മുന്നറിയിപ്പും ഇല്ലാതെയാണ് അവർ അന്ന് പേൾ ഹാർബറിനെ ആക്രമിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ അമേരിക്ക ഒരു കക്ഷികളുടെയും ഭാഗമല്ല. അതായത് അമേരിക്ക ഈ യുദ്ധത്തിലൊന്നുമില്ല. ഒരു യുദ്ധത്തിലും ഇല്ലാതിരുന്ന അമേരിക്കയെ ഏതെങ്കിലും ഒരു രാജ്യം ആക്രമിച്ചുകൊണ്ട് വരുമെന്ന് അവർ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഘട്ടത്തിലാണ് പേൾ ഹാർബർ സംഭവിക്കുന്നത്. ജപ്പാൻ അതിനുവേണ്ടി 353 വിമാനങ്ങൾ ഉപയോഗിച്ചു. ആ വിമാനങ്ങളുടെ സഹായത്താൽ 2403 വരുന്ന അമേരിക്കൻ സിറ്റിസൺസ് കൊല്ലപ്പെട്ടു. 19 ഷിപ്പുകൾക്കാണ് വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചത്. 188 വരുന്ന വിമാനങ്ങളും അവർക്ക് നഷ്ടമായി. ജപ്പാന് ഇനി ഒരുപാട് സമയം കിട്ടും. കാരണം അമേരിക്കയ്ക്ക് ഇനി നേരിട്ട് അവരുടെ രാജ്യത്ത് നിന്ന് ഇവിടേക്ക് ആക്രമിച്ചു വരാൻ സാധിക്കില്ല. ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്ന ആ നേവൽ ബേസ് വീണ്ടും പഴയ രീതിയിലേക്ക് അവർക്ക് പടുത്തുയർത്തണം. അതിനുശേഷം മാത്രം അവരുടെ ഭാഗത്തു നിന്നൊരു ആക്രമണം പ്രതീക്ഷിച്ചാൽ മതി. ജപ്പാൻ ഈ സമയമൊക്കെ കൃത്യമായിട്ട് വിനിയോഗിച്ചു. ഓൾറെഡി ചൈനയുടെ ഭാഗമായിരുന്ന ഒരു വലിയ മേഖല മഞ്ചൂരിയ അല്ലെങ്കിൽ മഞ്ചൂക്കോ എന്ന പേരിൽ ജപ്പാൻ സ്വന്തമാക്കിയിട്ടുണ്ട്. ഞാനത് കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതാണ്. അവിടെ നിന്ന് വീണ്ടും ചൈനയുടെ മറ്റ് പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചു. അതിനോടൊപ്പം തന്നെ അവരുടെ പ്രദേശത്തു നിന്നും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് മാറി സ്ഥിതി ചെയ്യുന്ന കുറേയധികം പ്രദേശങ്ങളെയും അവർ കീഴടക്കി.
ഈ കീഴ്പ്പെടുത്തലുകളൊക്കെ അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ക്രൂരതയ്ക്ക് ഒരു മുഖമുണ്ടെങ്കിൽ ആ മുഖം അത് ഹിറ്റ്ലറിൻ്റെ മുഖമല്ല, സ്റ്റാലിൻ്റെ മുഖമല്ല, അത് ശരിക്കും ജപ്പാൻ്റെ മുഖമാണ്. ജപ്പാൻ കാണിച്ചിട്ടുള്ള അത്രയും ക്രൂരത ഈ രാജ്യങ്ങളൊന്നും അല്ലെങ്കിൽ ഇവിടുത്തെ ഡിക്റ്റേറ്റേഴ്സ് ഒന്നും കാണിച്ചിട്ടില്ല. ചൈനയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇരയായിട്ട് മാറിയത്. ചൈനയിലുള്ള ഓരോ പ്രദേശങ്ങളിലും ഇവർ പോയി ആ പ്രദേശങ്ങൾ കീഴടക്കി അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകളെ കൊന്നുതള്ളി. കുറേയധികം ആളുകളെ അവരുടെ ക്യാമ്പുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അനവധി സ്ത്രീകളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്തു കൊന്നു. ജപ്പാൻ്റെ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾ അത് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ കാലഘട്ടത്തിൽ തുടങ്ങിയിട്ടുള്ളതല്ല. അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരുപാട് ആക്രമണങ്ങളും ക്രൂരതകളും ഒക്കെ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ തന്നെ ഏറ്റവും കുപ്രശസ്തി ആർജിച്ചിട്ടുള്ള ആക്രമണം 1937 ഡിസംബർ മാസം ആരംഭിച്ച് 1938 ജനുവരി മാസം വരെ നീണ്ടുപോയ നാൻകിങ് മാസക്കറാണ്. 2 മാസം കൊണ്ട് മാത്രം 3 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള ആളുകളെയാണ് ജപ്പാൻ കൊന്നുകളഞ്ഞത്. ആ കൂട്ടത്തിൽ സറണ്ടർ ചെയ്തിട്ടുള്ള പട്ടാളക്കാരും പെടും. സറണ്ടർ ചെയ്ത പട്ടാളക്കാരെ സാധാരണഗതിയിൽ ആരും കൊല്ലാറില്ല. അവരെ യുദ്ധ തടവ് പുള്ളികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഒരുപാട് ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾക്കൊക്കെ അവർക്ക് വിധേയമാകേണ്ടി വരുമെന്നുള്ളത് വാസ്തവം തന്നെയാണ്. പക്ഷേ ഇതങ്ങനെയൊന്നും ചെയ്തില്ല. ഇവർ ആ സമയം തന്നെ ഇവരെ കൊന്നുതള്ളി. വെറും 2 മാസം കൊണ്ട് 3 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാരായിട്ടുള്ള സിവിലിയൻസിനെയാണ് ഇവർ അന്ന് കൊന്നത്. അതിനു പുറമെ കീഴടങ്ങിയ പട്ടാളക്കാരെയും ഇവർ ക്രൂരമായിട്ട് കൊന്നു. കീഴടങ്ങുന്ന പട്ടാളക്കാരെ അങ്ങനെ ആരും കൊല്ലാറില്ല. അവരെ തടവ് പുള്ളികളാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നീട് കോൺസെൻട്രേഷൻ ക്യാമ്പിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്യാമ്പുകളിലേക്കൊക്കെ കൊണ്ടുപോയി വലിയ രീതിയിലുള്ള പീഡനങ്ങൾക്കൊക്കെ വിധേയമാക്കും. പക്ഷേ ഇവരെ കീഴടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ഇതിനു പുറമെ ആ മേഖലകളിൽ ഉണ്ടായിരുന്ന 80,000-ഓളം സ്ത്രീകളെ വെറും 2 മാസം കൊണ്ട് ക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കി. അപ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കണം, ഓരോ ദിവസവും എത്രമാത്രം ബലാത്സംഗങ്ങളും കൊലപാതകങ്ങളും അവിടെ നടന്നിട്ടുണ്ടായിരിക്കും. ഓരോ മണിക്കൂറുകളിലും എത്ര കൊലപാതകങ്ങൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കും. ഓരോ മിനിറ്റിലും അവിടെ എന്തായിരിക്കും സംഭവിക്കുക. ആ 2 മാസം അവിടെ നടന്നത് ഒരു നരനായാട്ടായിരുന്നു. 1940-42 കാലഘട്ടത്തിൽ ജപ്പാൻ ഇത്തരത്തിൽ പീഡിപ്പിച്ച് കൊല്ലുന്നതിന് വേണ്ടി ഒരു പോളിസി തന്നെ കൊണ്ടുവന്നു. കിൽ ഓൾ, ബേൺ ഓൾ, ലൂട്ട് ഓൾ. എല്ലാവരെയും കൊല്ലുക, എല്ലാവരെയും കത്തിക്കുക, സകലതും കവർന്നെടുക്കുക. ഹിറ്റ്ലറിൻ്റെ കോൺസെൻട്രേഷൻ ക്യാമ്പ് പോലെ തന്നെയുള്ള ഒരു യൂണിറ്റ് ജപ്പാനുമുണ്ട്. യൂണിറ്റ് 731 എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്. വളരെ മൃഗീയമായിട്ട് മൃഗങ്ങളെ എങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുന്നത് അതിനേക്കാൾ മോശമായ രീതിയിൽ മനുഷ്യരെ അവിടെ ട്രീറ്റ് ചെയ്തു. ഇങ്ങനെ ട്രീറ്റ് ചെയ്യുന്ന മനുഷ്യർക്ക് മേൽ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. മെഡിക്കൽ സയൻസ് പരമായിട്ടുള്ള പരീക്ഷണങ്ങൾ. എന്നാൽ അതിൽ മിക്കതും അൺസയൻറ്റിഫിക് ആയിരുന്നു. ക്രൂരമായിട്ടുള്ള പരീക്ഷണങ്ങളാണ് അവരുടെ മേൽ നടത്തിയത്. ഗിനിപ്പന്നികളിൽ പോലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ടായിരിക്കില്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ആ കാലഘട്ടത്തിൽ മാരകമായിട്ടുള്ള ചില പകർച്ചവ്യാധികൾ, പ്ലേഗുകൾ, കോളറുകൾ, അതുപോലെ ആന്ത്രാക്സ് പോലുള്ള ബാധകൾ, ഇതൊക്കെ അവർ മുൻകൂട്ടി തന്നെ തീരുമാനിച്ച് ചില ഗ്രാമങ്ങളിൽ നടപ്പിലാക്കി, അല്ലെങ്കിൽ അവിടെയുള്ള ആളുകളിലേക്ക് ഈ ഇൻഫെക്ഷൻ കൊടുത്തു. അതിനുശേഷം അവരെ പല പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കി ഏത് ട്രീറ്റ്മെൻറ്റ് നടപ്പിലാക്കിയാൽ അവരുടെ ഈ ആന്ത്രാക്സ് ബാധയൊക്കെ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചു. എന്നാൽ അതൊക്കെ വളരെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള, ഒട്ടും തന്നെ ശാസ്ത്രീയമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉപയോഗിക്കാതുള്ള ക്രൂരമായിട്ടുള്ള പീഡനങ്ങളായിരുന്നു. ജാപ്പനീസ് ഗവൺമെൻറ് തന്നെ നടപ്പിലാക്കിയതാണ് കംഫോർട്ട് വുമൺ സിസ്റ്റം. കീഴ്പ്പെടുത്തുന്ന പ്രദേശത്തുള്ള സ്ത്രീകളെ തെരഞ്ഞുപിടിച്ച് അടിമകളാക്കി സെക്ഷുവൽ സ്ലേവ്സ് ആക്കി മാറ്റിയെടുക്കാം. ഇങ്ങനെ അടിമകളാക്കി മാറ്റിയെടുക്കുന്ന സ്ത്രീകളെ യുദ്ധത്തിന് പോകുന്ന മേഖലകളിലൊക്കെ മൃഗങ്ങളെ പോലെ കൈയും കാലും ഒക്കെ കൂട്ടിക്കെട്ടി കൊണ്ടുപോകുന്നതാണ്. ആവശ്യമുള്ളപ്പോഴൊക്കെ ഇവർ മൃഗീയമായിട്ട് വേട്ടമൃഗങ്ങളെ പോലെ ഇവരെ പിച്ചി ചീന്തി. ആ കംഫോർട്ട് സിസ്റ്റമൊക്കെ ഒരു ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് മുന്നോട്ട് വെച്ചതാണെന്ന് ചിന്തിക്കുമ്പോഴാണ് ഇത് എത്രമാത്രം പ്ലാൻഡ് ആയിട്ടുള്ള ക്രൂരതയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജപ്പാൻ്റെ ക്രൂരതകളെക്കുറിച്ച് എത്ര പറഞ്ഞാലും തീരില്ല. അത്രമാത്രം ക്രൂരതകളാണ് അവർ ചെയ്തു കൂട്ടിയത്. യൂണിറ്റ് 731 ബന്ധപ്പെട്ട് ഒരു ഡീറ്റെയിൽഡ് വീഡിയോ വേണമെങ്കിൽ അത് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ കമൻറ്റിലൊന്ന് മെൻഷൻ ചെയ്യുക. ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. ക്രൂരതയുടെ കാര്യത്തിൽ ഹിറ്റ്ലറും ഒട്ടും പിന്നിലായിരുന്നില്ല. രണ്ടാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ 1933 മാർച്ച് മാസത്തിൽ ആദ്യത്തെ കോൺസെൻട്രേഷൻ ക്യാമ്പ് ഡക്കോയിൽ അയാൾ ആരംഭിച്ചു.
അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ജർമ്മനിയുടെ വിവിധ മേഖലകളിൽ അല്ലെങ്കിൽ ജർമ്മൻ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള പല മേഖലകളിലും ഇത്തരത്തിൽ അനവധി കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉയർന്നു വന്നു. ആദ്യഘട്ടങ്ങളിലൊക്കെ പൊളിറ്റിക്കലായിട്ടുള്ള ശത്രുക്കളെ അല്ലെങ്കിൽ ഭരണത്തിനെതിരെ സംസാരിക്കുന്ന ആളുകളെ കൊണ്ടുപോയി പീഡിപ്പിക്കാനൊക്കെയാണ് ഈ ക്യാമ്പുകൾ ഉപയോഗിച്ചിരുന്നതെങ്കിലും പിന്നീട് ജൂതന്മാരെ കൂട്ടക്കൊല ചെയ്യാൻ വേണ്ടി ഈ ക്യാമ്പുകൾ ഉപയോഗിക്കുകയായിരുന്നു. കുറച്ചു കാലം കൊണ്ട് മാത്രം 60 ലക്ഷത്തോളം വരുന്ന ജൂതന്മാരാണ് അവിടെ കൊല ചെയ്യപ്പെട്ടത്. അവിടെ നിന്നൊക്കെ അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു പോന്ന ഒരുപാട് ജൂതന്മാർ വേറെയുമുണ്ട്. അങ്ങനെ 1 കോടിക്ക് മുകളിലുള്ള ജൂതന്മാരെ ക്രൂരമായിട്ട് പീഡിപ്പിച്ച മേഖലകളായി ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ മാറി. എൻ്റെ ഈ വീഡിയോ സീരീസിൻ്റെ ആദ്യത്തെ എപ്പിസോഡിൽ തന്നെ ഹിറ്റ്ലറിനെ പുകഴ്ത്തിക്കൊണ്ട് ജൂതന്മാരെ കൊന്നത് മികച്ച ഒരു തീരുമാനമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരുന്നു. ആ കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു. ഒരു പ്രത്യേക മതത്തിൽ ജനിച്ചിട്ടുള്ള വ്യക്തികളായതുകൊണ്ട് അവരെ കൊല്ലുന്നത് വലിയൊരു കാര്യമാണെന്ന് പറയുന്നതും അങ്ങനെ മതത്തിൻ്റെ പേരിൽ മാത്രം പല ആളുകളെയും വേർതിരിച്ച് കാണുന്നതും അതിനെക്കുറിച്ച് മോശമായ രീതിയിൽ സംസാരിക്കുന്നതുമൊക്കെ ഒരിക്കലും ഒരു പരിഷ്കൃത സമൂഹത്തിന് ചേർന്നിട്ടുള്ള കാര്യമല്ല. നമ്മൾ കേരളീയർ പരിഷ്കൃത സമൂഹത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അത്തരത്തിലുള്ള ഒരു കമൻറ്റുകളും രേഖപ്പെടുത്തരുത്. അതിപ്പോൾ ഏത് മതത്തിനെതിരെ ആണെങ്കിൽ പോലും അങ്ങനെയുള്ള കമൻറ്റുകൾ ഒരു കാരണവശാലും നമ്മൾ രേഖപ്പെടുത്താൻ പാടില്ല. അതെൻ്റെ വിനയപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥനയാണ്. ഈ കൂട്ടക്കൊലകളൊക്കെ നടക്കുമ്പോൾ ജർമ്മനിയുടെ വിവിധ മേഖലകളിൽ നിന്ന് തന്നെ ജൂതന്മാരല്ലാത്ത സാധാരണക്കാരായിട്ടുള്ള മറ്റു പല ആളുകളും വലിയ രീതിയിലുള്ള എതിർപ്പുകളുമായിട്ട് മുന്നോട്ട് വന്നു. ഒരുപാട് പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും ഹിറ്റ്ലറിനെ വകവരുത്താനും കൊല്ലാനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളൊക്കെ തന്നെയും പരാജയമായിരുന്നു. ഇറ്റലിയിലെ ഏകാധിപതിയായിരുന്ന ഫാഷിസ്റ്റ് പാർട്ടിയുടെ തലതൊട്ടപ്പനായിരുന്ന മുസോലിനി, അയാൾ ക്രൂരതയുടെ മറ്റൊരു മുഖം തന്നെയാണ്. പക്ഷേ ഹിറ്റ്ലറിനെ പോലെയുള്ള വലിയ രീതിയിലുള്ള ഒരു ദീർഘവീക്ഷണം ഇയാൾക്കില്ലായിരുന്നു. ഹിറ്റ്ലർ വലിയ രീതിയിൽ പ്ലാൻ ചെയ്താണ് പല യുദ്ധങ്ങളിലും പങ്കെടുക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള നേട്ടം ഹിറ്റ്ലറിന് ഉണ്ടാക്കിയെടുക്കാനും സാധിച്ചു. പക്ഷേ അത്തരത്തിലുള്ള പ്ലാനിങ്ങിൽ തീർത്തും പരാജിതനാണ് മുസോലിനി. മുസോലിനി യുദ്ധത്തിൻ്റെ ഒരു ഘട്ടത്തിൽ ഈജിപ്റ്റ് കീഴടക്കാനായിട്ട് ശ്രമിച്ചു. ഈജിപ്റ്റ് വളരെ നിർണായകമായിട്ടുള്ള സ്ട്രാറ്റജിക്കായിട്ടുള്ള ഒരു ലൊക്കേഷനാണ്. കാരണം ഈ ഈജിപ്റ്റ് രാജ്യത്തിൻ്റെ കിഴക്ക് ഭാഗത്തുകൂടിയാണ് സൂയസ് കനാൽ കടന്നു പോകുന്നത്. സൂയസ് കനാൽ ആ കാലഘട്ടത്തിൽ നിന്നല്ല ഈ കാലഘട്ടത്തിൽ പോലും പല രാജ്യങ്ങൾക്കും വളരെ നിർണായകമായിട്ടുള്ള ഒരു കനാലാണ്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടനെ സംബന്ധിച്ചിടത്തോളം ഈ സൂയസ് കനാൽ വളരെയധികം അവിഭാജ്യമായിട്ടുള്ള ഒരു ഘടകമാണ്. കാരണം അവർക്ക് നേരിട്ട് ആഫ്രിക്ക ചുറ്റിപ്പോകാതെ ആദ്യം അവർക്ക് മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് കടക്കാൻ സാധിക്കും. അതിനുവേണ്ടി ജിബ്രാൾട്ടർ സ്ട്രീറ്റ് ഉപയോഗിക്കണം. ജിബ്രാൾട്ടർ സ്ട്രീറ്റിലൂടെ മെഡിറ്ററേനിയൻ സമുദ്രത്തിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും അവർക്ക് സൂയസ് കനാൽ വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കും. അവിടെയാണ് അവരുടെ പ്രധാനപ്പെട്ട കോളനികളായിട്ടുള്ള ഓസ്ട്രേലിയയും ഇന്ത്യയും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. ആ മേഖലകളിൽ നിന്നും പല രീതിയിലുള്ള കപ്പലുകൾ അവർക്ക് അയക്കേണ്ടതായിട്ടുണ്ട്. അതിനെല്ലാം ഉപരിയായി ഈ മേഖലയെന്ന് പറയുന്ന ഒരുപാട് ഓയിൽ റിഗുകളും ഒക്കെ സ്ഥിതി ചെയ്യുന്ന വളരെ നിർണായകമായിട്ടുള്ളൊരു മേഖലയാണ്. സൂയസ് കനാലിലൂടെ വേണം അവർക്ക് ആ ഓയിൽ റിഗുകളിലേക്കും റിഫൈനറികളിലേക്കും ഒക്കെ പോകാൻ. ആ സൂയസ് കനാൽ അടയുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈജിപ്തിലുള്ള ബ്രിട്ടൻ്റെ ആധിപത്യം ഇല്ലാതെയാവുകയാണെങ്കിൽ അവർക്ക് ആഫ്രിക്ക ചുറ്റി ഒരുപാട് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന യാത്രയ്ക്കൊടുവിൽ മാത്രമാണ് ഇന്ത്യയിൽ എത്തിച്ചേരാൻ സാധിക്കുന്നത്. ആ മേഖലകളിലൊക്കെ വേണമെങ്കിൽ യു ബോട്ടുകൾ അയച്ച് ജർമ്മനിക്ക് ബ്രിട്ടനെ വകവരുത്താനും സാധിക്കും. അതുകൊണ്ട് വളരെ നിർണായകമായിട്ടുള്ള ഈജിപ്റ്റ് കീഴടക്കാൻ മുസോളിനി തീരുമാനിച്ചു. കാര്യമായിട്ടുള്ള ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ആ ഈജിപ്തിനോട് തന്നെ ചേർന്ന് കിടക്കുന്ന ലിബിയയിലുള്ള ഇറ്റാലിയൻ പട്ടാളക്കാർക്ക് അയാൾ നിർദ്ദേശം കൊടുത്തു. എത്രയും പെട്ടെന്ന് അലക്സാണ്ട്രിയ വരെ കീഴടക്കുക. അലക്സാണ്ട്രിയയോട് ചേർന്നിട്ടാണ് ഈ സൂയസ് കനാൽ സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓർഡർ കിട്ടേണ്ട താമസം ഇറ്റാലിയൻ പട്ടാളക്കാർ അവിടേക്കുള്ള യാത്ര ആരംഭിച്ചു. ആദ്യഘട്ടങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. വളരെയധികം ചുരുങ്ങിയ ചില ദിവസങ്ങൾ കൊണ്ട് അവർക്ക് 100 കിലോമീറ്ററോളം വരുന്ന പ്രദേശങ്ങൾ കീഴടക്കാൻ സാധിച്ചു. എന്നാൽ പ്ലാനിങ്ങിലുള്ള അപാകത അപ്പോഴാണ് അവർക്ക് നേരിട്ട് ഏറ്റുവാങ്ങേണ്ടി വന്നത്. കാരണം സപ്ലൈ ചെയിനുകളില്ല. നമ്മൾ യുദ്ധമുഖത്തേക്ക് പോവുകയാണെങ്കിൽ 100 കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ഒരു ദൗർലഭ്യം ഉണ്ടാക്കും. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലൂടെ അല്ല നമ്മൾ സഞ്ചരിക്കുന്നത്, മറ്റൊരു രാജ്യത്തിൻ്റെ ശത്രു രാജ്യത്തിൻ്റെ പ്രദേശങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. അവിടെ നിന്നും ഇത്രയധികം വരുന്ന 10,000 ലക്ഷക്കണക്കിന് വരുന്ന പട്ടാളക്കാർക്കുള്ള ഭക്ഷണവും ജലവും ഒന്നും കിട്ടില്ല. കൂടാതെ ഇവർ ഉപയോഗിക്കുന്ന തോക്കുകളിലെ തിരകളൊക്കെ തീർന്നു പോയേക്കാം. ഇവർക്ക് പല മെഷീനറികളും മാറ്റി പുതിയ മെഷീനറികൾ ഉപയോഗിക്കേണ്ടി വന്നേക്കാം.
ആ ഘട്ടങ്ങളിലൊക്കെ ഇവർക്ക് ആവശ്യമായിട്ടുള്ള വസ്തുക്കളൊക്കെ എത്തിച്ചു കൊടുക്കുന്നത് ഈ സപ്ലൈ ചെയിനുകളാണ്. കൃത്യമായിട്ടുള്ള സപ്ലൈ ചെയിനുകൾ ഉപയോഗിച്ചിരുന്നില്ല. അതുകൊണ്ട് 100 കിലോമീറ്റർ ആയപ്പോഴേക്കും ഇവർക്ക് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണവും ജലവും അതുപോലെ ആയുധങ്ങളും ഒക്കെ ഏകദേശം തീർന്ന് അവരവിടെ അങ്ങ് സ്റ്റക്കായിപ്പോയി. വലിയ രീതിയിലുള്ള പ്ലാനിങ്ങിലുള്ള ഈ മിസ്റ്റേക്ക് പിന്നീട് മുതലാക്കുന്നത് ബ്രിട്ടനാണ്. പിന്നീട് ബ്രിട്ടന് പ്രതികാരത്തിനുള്ള നടപടിക്കുള്ള സമയമായി. അവർ 1940 ഡിസംബർ മാസത്തിൽ ഓപ്പറേഷൻ കോമ്പസ് ആരംഭിച്ചു. ഓപ്പറേഷൻ കോമ്പസിലൂടെ 1,30,000-ഓളം വരുന്ന ഇറ്റാലിയൻ പട്ടാളക്കാരെയാണ് വകവരുത്താൻ സാധിച്ചത്. ഇവർ കീഴടക്കിയ പ്രദേശങ്ങളൊക്കെ ബ്രിട്ടൻ തിരിച്ചുപിടിച്ചു. മാത്രമല്ല, ഇവരുടെ അധീനതയിലുണ്ടായിരുന്ന ഇറ്റലിയുടെ അധീനതയിലുണ്ടായിരുന്ന ലിബിയയുടെ ബഹുഭൂരിപക്ഷം വരുന്ന പ്രദേശങ്ങളും ബ്രിട്ടൻ്റെ അധീനതയിലകപ്പെട്ടുപോയി. മുസോലിനിക്ക് വേറൊരു മാർഗവും ഉണ്ടായിരുന്നില്ല. അയാൾ നേരെ കോണ്ടാക്ട് ചെയ്യുന്നത് ഉറ്റ സുഹൃത്തായ അവരുടെ അലയിൽ തന്നെ പെട്ടിട്ടുള്ള ജർമ്മനിയുടെ പ്രധാനപ്പെട്ട ഭരണാധികാരിയായ ഹിറ്റ്ലറിനെയാണ്. ഹിറ്റ്ലർ ഒട്ടും വൈകാതെ തന്നെ ആഫ്രിക്കയിൽ തന്നെ ഉണ്ടായിരുന്ന ആഫ്രിക്കൻ ക്രോപ്സിനെ ഇവരുടെ സഹായത്തിന് വേണ്ടി വിട്ടുകൊടുത്തു. ആഫ്രിക്കൻ ക്രോപ്സ് എന്ന് പറയുന്നത് ഹിറ്റ്ലറുടെ ജർമ്മൻ പടയാണ്. പക്ഷേ അവർ ജർമ്മനിയിലോ അല്ലെങ്കിൽ ജർമ്മനിയുടെ പരിസര പ്രദേശത്തിലോ അല്ല യുദ്ധം ചെയ്യുന്നത്. അവർ യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് ആഫ്രിക്കൻ മേഖലകളിലാണ്. അതുകൊണ്ടാണ് അവരെ ആഫ്രിക്കൻ ക്രോപ്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഫ്രിക്കൻ ക്രോപ്സിനെ നയിക്കാൻ വളരെ വിദഗ്ധനായിട്ടുള്ള റൂമൽ എന്ന് പറയുന്ന ഒരു ജനറലിനെയും വിട്ടുകൊടുത്തു. റൂമൽ വളരെ അഗ്രസീവായിട്ടുള്ള ഒരു കമാൻഡറാണ്. അയാൾ അറിയപ്പെടുന്നത് തന്നെ മരുഭൂമിയിലെ കുറുക്കൻ എന്ന പേരിലാണ്. അയാൾക്ക് വളരെ പെട്ടെന്ന് തന്നെ സൈനിക നടപടികൾ നടപ്പിലാക്കാൻ സാധിക്കും. വളരെയധികം കുശാഗ്ര ബുദ്ധിക്കാരനായിട്ടുള്ള അയാളുടെ പക്കൽ ഒരുപാട് തന്ത്രങ്ങളുണ്ടായിരുന്നു. ആ തന്ത്രങ്ങൾ ഉപയോഗിച്ച് 1942 ലിബിയ പൂർണ്ണമായിട്ടും തിരിച്ചു പിടിക്കാൻ റൂമേലിനും ആഫ്രിക്കൻ ക്രോപ്സിനും ഇറ്റലിക്കും സാധ്യമായി. ലിബിയ തിരിച്ചു പിടിക്കുക എന്നത് മാത്രമല്ലല്ലോ അവരുടെ പ്രധാനപ്പെട്ട പ്രശ്നം. ലിബിയ ഓൾറെഡി അവരുടെ കയ്യിലുണ്ടായിരുന്നതാണ്. അവർക്ക് വേണ്ടത് ഈജിപ്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അധികാരമാണ്. പ്രധാനമായിട്ടും വളരെ നിർണായകമായിട്ടുള്ള അലക്സാൻഡ്രിയ എന്ന പ്രദേശമാണ്. റുമേൽ ആ ഒരു സേനയുമായി ഈജിപ്തിൻ്റെ അതിർത്തിയും കടന്ന് മുന്നോട്ട് യാത്ര ചെയ്തു. വളരെ അനായാസമായിട്ട് അവർ 100 കണക്കിന് കിലോമീറ്ററുകൾ ദിവസങ്ങൾ കൊണ്ട് തന്നെ കീഴടക്കി. കുറേയധികം മുന്നോട്ട് പോയി. പക്ഷേ ഒരു പ്രത്യേക ഘട്ടം എത്തിയപ്പോൾ എൽ അലമീൻ എന്ന് പറയുന്ന ഒരു പ്രദേശം എത്തിച്ചേർന്നപ്പോൾ അവിടെ ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നും ശക്തമായിട്ടുള്ള ഒരു ചെറുത്തുനിൽപ്പുണ്ടായി. 1942 ജൂലൈ മാസമാണ് കാലഘട്ടം. ആ യുദ്ധത്തിനെയാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് അൽ അമീൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധം വളരെയധികം പേര് കേട്ടിട്ടുള്ള ഒരു യുദ്ധമാണ്. ഈ യുദ്ധത്തിൽ അതിവിദഗ്ധമായിട്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് ഈ റുമേലിൻ്റെ സൈന്യത്തെ തടഞ്ഞു നിർത്താൻ സാധിച്ചു. എന്നാൽ അത് ബ്രിട്ടീഷുകാരുടെ ഒരു വലിയ വിജയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കില്ല. അവർ ഒരു പ്രദേശവും കീഴടക്കിയില്ല. മുന്നോട്ട് ആക്രമിച്ച് മുന്നേറാനുള്ള ഈ റുമേലിൻ്റെ ശ്രമങ്ങളെ അവർ തടയുകയാണ് ചെയ്തത്. വളരെ നിർണായകമായിട്ടുള്ളൊരു പോയിന്റിലായിരുന്നു ഈ ഡിഫൻസ് എന്ന് കൂടി ഓർക്കണം. കാരണം ഈ എൽ അലമീൻ എന്ന് പറയുന്ന പ്രദേശത്തു നിന്നും ഏകദേശം ഒരു 150 കിലോമീറ്റർ മാത്രമാണ് അലക്സാൻഡ്രിയയിലേക്കുള്ള ദൂരം. അലക്സാൻഡ്രിയ കീഴടക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ സൂയസ് കനാലിലൂടെ പിന്നീട് UK ഒരു കപ്പലുകളും കടന്നു പോകില്ല. അതുകൊണ്ട് വളരെ നിർണായകമായിട്ട് ഈ യുദ്ധത്തിൽ അവർ വിജയിച്ചു. പിന്നീട് 1942 ഒക്ടോബർ മാസത്തിൽ ബ്രിട്ടീഷ് ജനറലായ ബെർണാഡ് മൗണ്ട്ഗോമറിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സേന എൽ അലമീൻ ലക്ഷ്യമാക്കി പുറപ്പെട്ടു. അവിടെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് എൽ അലമീൻ ആരംഭിക്കുന്നു. ഈ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള നാശനഷ്ടമാണ് റൂമേലിന് സംഭവിക്കുന്നത്. അവർ അതുവരെ കീഴടക്കി വന്ന ഏകദേശം 1500ഓളം കിലോമീറ്ററുകൾ അവർക്ക് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു. പൂർണ്ണമായിട്ടുള്ള ഒരു പരാജയമാണ്. ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ ആക്സിസ് പവറിന് നേരിടേണ്ടി വന്ന ഏറ്റവും നാണം കെട്ട ഏറ്റവും മോശമായിട്ടുള്ള ഒരു പരാജയമായിട്ട് ഇതിനെ നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം ഒരു പ്രദേശത്തെ ഇവർ ഡിഫെൻഡ് ചെയ്തത് മാത്രമല്ല, അതുവരെ ജർമ്മനി ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുള്ള പ്രദേശങ്ങളെ പൂർണ്ണമായിട്ടും ദിവസങ്ങൾ കൊണ്ട് തിരിച്ചു പിടിക്കാനും ഇവർക്ക് സാധ്യമായി. ഇതൊരു തുടക്കം മാത്രമാണ്. ഇനി ഒരുപാട് മേഖലകൾ ഇതുപോലെ കീഴ്പ്പെടുത്താനായിട്ട് കിടപ്പുണ്ട്. പ്രത്യേകിച്ചും ഈ നോർത്തേൺ ആഫ്രിക്കൻ മേഖലകൾ, പിന്നെ യൂറോപ്പിൻ്റെ ബഹുഭൂരിപക്ഷത്തോളം വരുന്ന പ്രദേശങ്ങൾ, സോവിയറ്റ് യൂണിയൻ്റെ നല്ലൊരു ശതമാനം പ്രദേശവും ഇപ്പോൾ ജർമ്മനിയുടെ അധീനതയിലാണ്. ആ പ്രദേശമൊക്കെ തിരിച്ചു പിടിക്കണം. ഈ വർഷം തന്നെ, അതായത് 1942 തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിൽ നടപ്പിലാക്കിയ ജർമ്മൻ തന്ത്രം വീണ്ടും അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നടപ്പിലാക്കി. ബ്രിട്ടീഷ് ഒരു ഐലൻഡ് രാജ്യമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ.
അവിടേക്ക് പ്രധാനമായിട്ടും സപ്ലൈ എത്തിച്ചേരുന്നത് കപ്പലിലൂടെയാണ്. സൂയസ് കനാൽ കീഴ്പ്പെടുത്തുക എന്ന ഇറ്റലിയുടെയും ജർമ്മനിയുടെയും ശ്രമങ്ങളൊക്കെ പരാജയപ്പെട്ടു. അറ്റ്ലാന്റിക് സമുദ്രത്തിലൂടെ കടന്നു പോകുന്ന ഷിപ്പുകളെ വകവരുത്താനാണ് ഇത്തവണ അവർ തീരുമാനിക്കുന്നത്. ടോർപിഡോ ഉപയോഗിച്ച് യു-ബോട്ടുകളുടെ സഹായത്താൽ അവർ അനവധി കൊമേഴ്സ്യൽ കപ്പലുകളെ കീഴ്പ്പെടുത്തി. ഇതേ വർഷം തന്നെ ഈ സംഭവ വികാസങ്ങളൊക്കെ അരങ്ങേറുന്ന ഘട്ടത്തിൽ തന്നെ അങ്ങ് അമേരിക്കയിൽ വളരെ നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾ നടന്നു. അവർ ആദ്യത്തെ ആറ്റം ബോംബ് വികസിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു. അതീവ രഹസ്യമായിട്ട് നടപ്പിലാക്കിയ ആ ശ്രമങ്ങൾ അത് വളരെയധികം നിർണായകമായിട്ടുള്ള ശ്രമങ്ങളാണ്, വളരെയധികം ത്രില്ലിംഗ് ആയിട്ടുള്ള ശ്രമങ്ങളാണ്. ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ എൻ്റെ മറ്റൊരു ചാനലായ ബ്രൈറ്റ് കേരളയിൽ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വിശകലനങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ആ കാര്യങ്ങൾ അറിയാൻ താല്പര്യമുള്ളവർക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഐ ബട്ടണിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം, ഒന്ന് പരിശോധിച്ച് നോക്കുക. 1942 ജൂലൈ മാസത്തിൽ വെസ്റ്റേൺ വാർ ഫ്രണ്ടിൽ ജർമ്മനി വീണ്ടും ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഓൾറെഡി റഷ്യയുടെ കുറേയധികം പ്രദേശങ്ങൾ ജർമ്മനിയുടെ കയ്യിലാണ്. മോസ്കോയിലേക്ക് ഇനി പോകണ്ട എന്നാണ് ഹിറ്റ്ലറിൻ്റെ തീരുമാനം. കാരണം അത് അല്പം പ്രയാസമാണ്, എന്നാൽ അത് അത്ര നിർണായകവുമല്ല. ഏറ്റവും നിർണായകമായിട്ടുള്ള ഏറ്റവും കൂടുതൽ റോ മെറ്റീരിയൽസ് നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള കോക്കസസ് മലനിരകൾ കീഴ്പ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഹിറ്റ്ലറിൻ്റെ ഭാഗത്തുനിന്നും ഉത്തരവ് വരുന്നത്. തൊട്ട് മുൻപുള്ള സമയങ്ങളിലും ഇതേ രീതിയിലുള്ള ആക്രമണങ്ങൾ അവർ നടപ്പിലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ടിരുന്നു. എന്നാൽ വീണ്ടും ശക്തമായിട്ട് തന്നെ കോക്കസസ് മലനിരകൾ കേന്ദ്രീകരിച്ച് ആക്രമണം അഴിച്ചുവിട്ടു. തൊട്ടു മുൻപ് നടന്ന യുദ്ധത്തിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഇവിടെ ഏകദേശം അതേപടി ആവർത്തിക്കുകയാണ്. സ്റ്റാലിൻഗ്രാഡ് വരെ കാര്യമായിട്ടുള്ള ഒരു കുഴപ്പവുമില്ലാതെ ഈ ജർമ്മൻ സേനയ്ക്ക് എത്തിച്ചേരാൻ സാധിച്ചു. പക്ഷേ സ്റ്റാലിൻഗ്രാഡിൽ ശക്തമായിട്ടുള്ള ഒരു ഡിഫൻസാണ് USSRൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. അവർ തമ്മിൽ ഒരു യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ആ യുദ്ധം അവിടെ അങ്ങനെ നടക്കട്ടെ. നമുക്ക് പെട്ടെന്ന് ജപ്പാൻ വരെ ഒന്ന് പോയി വരാം. ജപ്പാനിൽ ജാപ്പനീസ് തന്ത്രം പയറ്റുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നു. ജപ്പാൻ അവരുടെ തെക്ക് പടിഞ്ഞാറൻ മേഖലകളിൽ ഉണ്ടായിരുന്ന ഐലൻഡുകൾ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഈ ഘട്ടത്തിൽ അവർ ആ ഐലൻഡുകളൊക്കെ കീഴ്പ്പെടുത്തി. അവർക്ക് സുലഭമായിട്ട് ഇപ്പോൾ ഓയിലും സ്റ്റീലും റബ്ബറും ഒക്കെ കിട്ടുന്നുണ്ട്. വ്യാവസായിക സ്ഥാപനങ്ങൾ നന്നായിട്ട് പോകുന്നു, സാമ്പത്തികമായിട്ടുള്ള മെച്ചമുണ്ടാകുന്നു, കൂടുതൽ ആയുധങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു. പക്ഷേ അവിടെ ഒരു വലിയ പക വീട്ടാൻ കിടപ്പുണ്ട്. അമേരിക്കയുടെ പക, പേൾ ഹാർബറിൻ്റെ പക. അമേരിക്ക അതിനുവേണ്ടി ഒരു പദ്ധതി ആരംഭിച്ചു. ജപ്പാൻ കീഴടക്കിയ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ഒരു ദ്വീപിൽ ആദ്യം അമേരിക്ക എത്തിച്ചേർന്നു. വർഷം 1942 തന്നെയാണ്, ഓഗസ്റ്റ് മാസം. അവിടെ നിന്ന് ഒരു ഓപ്പറേഷൻ ആരംഭിച്ചു, ഗുവാഡൽ ഖനാൽ ക്യാമ്പയിൻ. തെക്കേയറ്റത്തുള്ള ഈ ദ്വീപിൽ നിന്ന് ഓരോ ദ്വീപും കീഴടക്കി അങ്ങ് ജപ്പാൻ വരെ എത്തിച്ചേരുക, ജപ്പാനെയും പിടിച്ചടക്കുക. വളരെ നിർണായകമായിട്ടുള്ള ഒരു ഓപ്പറേഷനാണ്. അതിവിദഗ്ധമായിട്ടാണ് അവർ അത് നടപ്പിലാക്കിയത്. ജപ്പാൻ്റെ തൊട്ടരികിൽ വരെ അവർക്ക് എത്തിച്ചേരാൻ സാധിച്ചു. ഈ ഘട്ടത്തിൽ ജർമ്മനി ഉപയോഗിച്ചിട്ടുള്ള അതേ തന്ത്രം തന്നെ അമേരിക്കയും ജപ്പാനെതിരെ ഉപയോഗിച്ചു. UK പോലെ ബ്രിട്ടനെ പോലെ തന്നെ ഒരു ദ്വീപ് രാഷ്ട്രമാണ് ജപ്പാൻ. ചുറ്റുപാടും സമുദ്രമാണ്. അങ്ങനെയുള്ള രാജ്യത്തെ വളരെ ഈസി ആയിട്ട് തന്നെ ഒറ്റപ്പെടുത്താൻ സാധിക്കും. അവിടേക്ക് പോകുന്ന സകല കൊമേഴ്സ്യൽ കപ്പലുകളെയും അമേരിക്കയുടെ സബ്മറൈനുകൾ ഉപയോഗിച്ചിട്ട്, അവരുടെ ടോർപിഡോകൾ ഉപയോഗിച്ചിട്ട് അമേരിക്ക വകവരുത്തി. ഇനി നമുക്ക് സ്റ്റാലിൻഗ്രാഡിലേക്ക് മടങ്ങിപ്പോകാം. ശക്തമായിട്ടുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും സ്റ്റാലിൻഗ്രാഡ് വീഴാം. സ്റ്റാലിന് ഇരിക്കപ്പുറതിയില്ല. അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം മാത്രമേ ഇപ്പോഴുള്ളൂ. USA-യും UK-യും നിർബന്ധിച്ച് മറ്റൊരു വാർ ഫ്രണ്ട് തുടങ്ങാൻ. നിങ്ങളിങ്ങനെ വെറുതെ ഇരിക്കാതെ നിങ്ങൾ എവിടെയെങ്കിലും ഒരു വാർ ഫ്രണ്ട് തുടങ്ങൂ. അങ്ങനെ ഒരു വാർ ഫ്രണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ സ്റ്റാലിൻഗ്രാഡിൽ ഇപ്പോൾ യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുറേയധികം സൈനികരെ ജർമ്മനിക്ക് ഇവിടെ നിന്നും അങ്ങോട്ട് മൊബിലൈസ് ചെയ്യേണ്ടി വരും. അത് ഞങ്ങൾക്ക് വലിയൊരു ആശ്വാസമായിരിക്കും. അങ്ങനെ സോവിയറ്റ് യൂണിയൻ്റെ സ്റ്റാലിൻ്റെ നിർബന്ധത്തെ തുടർന്ന് USA-യും UK-യും പുതിയൊരു വാർ ഫ്രണ്ട് ആരംഭിച്ചു. അത് നോർത്ത് ആഫ്രിക്കയാണ്. നോർത്ത് ആഫ്രിക്കയിൽ വെറുതെ ആക്രമിക്കുക, അതിലൂടെ സ്റ്റാലിന് ഒരു സപ്പോർട്ട് കൊടുക്കുക എന്നത് മാത്രമല്ല, നോർത്ത് ആഫ്രിക്ക വളരെ നിർണായകമാണ്. ഞാൻ പറഞ്ഞു, സൂയസ് കനാലിൻ്റെ സാന്നിധ്യം അത് UK-ക്ക് വളരെ നിർണായകമാണ്. അതുപോലെ സഖ്യകക്ഷിക്കും വലിയ നിർണായകമാണ്. അതിന് ആ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സകല നാസികളെയും സകല ഫാഷിസ്റ്റുകളെയും ഇല്ലായ്മ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് ഇവർ ഓപ്പറേഷൻ ടോർച്ച് എന്ന പേരിൽ ഒരു ഓപ്പറേഷൻ ആരംഭിക്കുന്നത്. ഈ ഓപ്പറേഷനിലൂടെ മൊറോക്കോ, അൾജീരിയ, ടുണീഷ്യ തുടങ്ങിയ രാജ്യങ്ങളൊക്കെ സഖ്യകക്ഷി കീഴ്പ്പെടുത്തി. ഇതിനെ തുടർന്ന് വലിയ രീതിയിലുള്ള ഒരു അരിശമാണ് ജർമ്മനിക്ക് USA-യോടും UK-യോടും തോന്നിയത്.
അതുകൊണ്ട് തന്നെ വിച്ചി ഫ്രാൻസ് എന്ന പേരിൽ ഒറ്റപ്പെട്ട് കിടന്നിരുന്ന ഫ്രാൻസിൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആ പ്രദേശം കൂടി ഒരു കരുണയുമില്ലാതെ ജർമ്മനി കീഴ്പ്പെടുത്തി. ഇനി സ്റ്റാലിൻഗ്രാഡിലേക്ക് മടങ്ങിപ്പോകാം. 1942 നവംബർ മാസം ഏകദേശം സ്റ്റാലിൻഗ്രാഡിൻ്റെ 90% ജർമ്മനി കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു. ആകെ 10% മാത്രമാണ് ഇപ്പോൾ റഷ്യ അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സ്റ്റാലിൻഗ്രാഡ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി അതിവിദഗ്ധമായിട്ട് വളരെ നിർണായകമായിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് സ്റ്റാലിൻ ഇവിടെ നടപ്പിലാക്കുന്നത്. അതിവിദഗ്ധമായി സ്റ്റാലിൻഗ്രാഡിൽ നിന്നും അല്പം മാറി മറ്റൊരു പ്രദേശത്ത് മറ്റ് 2 വ്യത്യസ്തമായിട്ടുള്ള പ്രദേശങ്ങളിലൂടെ ആക്രമിച്ച് ജർമ്മനിയുടെ സേനയ്ക്ക് ഇടയിലൂടെ ഒരു വലിയൊരു വിള്ളലുണ്ടാക്കി സ്റ്റാലിൻഗ്രാഡിനെ ഒറ്റപ്പെടുത്തുക, അല്ലെങ്കിൽ സ്റ്റാലിൻഗ്രാഡിൽ എത്തപ്പെട്ടിരിക്കുന്ന 3 ലക്ഷത്തോളം വരുന്ന ജർമ്മൻ പട്ടാളക്കാരെ ഒറ്റപ്പെടുത്തുക. അങ്ങനെ ഒറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഈ സ്റ്റാലിൻഗ്രാഡിൽ എത്തിച്ചേർന്നിരിക്കുന്ന ജർമ്മൻകാർക്ക് ഒരു രീതിയിലുള്ള ഭക്ഷണവും എത്തിച്ചേരില്ല, ജലം എത്തിച്ചേരില്ല, അവർക്ക് ആവശ്യമായിട്ടുള്ള യുദ്ധസാമഗ്രികളും എത്തിച്ചേരില്ല. അങ്ങനെ ഒറ്റപ്പെട്ടു പോയ 3 ലക്ഷത്തോളം വരുന്ന ജർമ്മൻ പട്ടാളക്കാർക്ക് വെറും 2 മാസമാണ് പിടിച്ചു നിൽക്കാൻ സാധിച്ചത്. 2 മാസങ്ങൾക്ക് ശേഷം അവർ സറണ്ടർ ചെയ്ത് USSRൻ്റെ തടവ് പുള്ളികളായിട്ട് മാറി. 1943 മെയ് മാസം നോർത്ത് ആഫ്രിക്ക പൂർണ്ണമായിട്ടും തുടച്ച് വൃത്തിയാക്കിയിരിക്കുന്നു സഖ്യകക്ഷികൾ. അവിടെ ഉണ്ടായിരുന്ന ആക്സിസ് പവർ, അതായത് ജർമ്മൻ ഇറ്റാലിയൻ പട്ടാളക്കാരെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്തിരിക്കുന്നു. സൂയസ് കനാൽ സുരക്ഷിതമാണ്. സൂയസ് കനാലിനെ സുരക്ഷിതമാക്കുക മാത്രമല്ല, ഇവിടെ നിന്ന് ഇനി നേരെ ഉത്തരഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നത് മെഡിറ്ററേനിയൻ സമുദ്രം. ആ മെഡിറ്ററേനിയൻ സമുദ്രത്തിൻ്റെ മുമ്പിലേക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവിടെ നിന്ന് വീണ്ടും ഉത്തരഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഒരു വാല് പോലെ നീണ്ടു കിടക്കുന്ന ഒരു രാജ്യം ഇറ്റലി. നേരിട്ട് ഒറ്റയടിക്ക് ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് കടക്കുകയല്ല, അതിനിടയിൽ ഒരു ചെറിയ ദ്വീപുണ്ട്, സിസിലിയും ഇറ്റലിയുടെ കീഴിലുള്ള അല്ലെങ്കിൽ മുസോലിനിയുടെ കീഴിലുള്ള ഒരു ഐലൻഡാണ്. ആദ്യം ഈ സഖ്യകക്ഷികൾ എത്തിച്ചേരുന്നത് സിസിലിയിലാണ്. സിസിലിയെ പൂർണ്ണമായിട്ടും കീഴടക്കിയതിന് ശേഷം വീണ്ടും സമുദ്രമാർഗത്തിലൂടെ ഇറ്റലിയുടെ ബോർഡറിൽ എത്തിച്ചേർന്നു. ഇറ്റലിയുടെ മെയിൻ ലാൻഡിലേക്ക് കടന്ന് ആക്രമിക്കാൻ തുടങ്ങി. ഇറ്റലിയിൽ വലിയ രീതിയിലുള്ള സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഡിക്റ്റേറ്റർഷിപ്പാണ്, ഫാഷിസ്റ്റ് പാർട്ടിയുടെ ഭരണമാണ് അവിടെ നടക്കുന്നത്. അവിടെ കുറേയധികം വർഷങ്ങളായിട്ട് മുസോളിനിയുടെ പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും വലിയ ഓഫീഷ്യലുകളും. ഈ സമയം ജർമ്മനി വെസ്റ്റേൺ വാർ ഫ്രണ്ടിൽ കുർസ്ക് എന്ന മേഖല പിടിച്ചടക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അവിടെ ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ടാങ്ക് യുദ്ധമാണ് അരങ്ങേറുന്നത്. സ്റ്റാലിന് വീണ്ടും ഇരിക്കപ്രതിയില്ല. തൻ്റെ പടയെ ഉപയോഗിച്ചിട്ട് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ USA-ക്കും UK-ക്കും നിർണായകമായിട്ടുള്ള ചില ടെലഗ്രാം സന്ദേശങ്ങൾ കൂടി അയച്ചു കൊടുത്തു. ഇവിടെ കാര്യങ്ങൾ ഗുരുതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഒരു നീക്കം ഉണ്ടായിരിക്കണം. നിലവിൽ അവർ ആക്രമിക്കുന്നത് ഇറ്റലിയാണ്. ഇറ്റലിയെ ആക്രമിക്കുന്നത് കൊണ്ട് തന്നെ ജർമ്മൻ സൈനികർക്ക് കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും സംഭവിക്കുന്നില്ല. അതിനു പുറമെ മറ്റൊരു ആക്രമണം കൂടി അഴിച്ചു വീഴണം. USA UK-യും ചേർന്ന് വളരെ വിദഗ്ധമായിട്ട് തന്നെ ഒരു എയർ സ്ട്രൈക്ക് നടപ്പിലാക്കി. അനേകം യുദ്ധവിമാനങ്ങളുടെ സഹായത്താൽ അവർ നേരെ ജർമ്മനിയെ ആക്രമിച്ചു. വായുമാർഗത്തിലൂടെ ജർമ്മനിയുടെ ബെർലിനിലും മറ്റ് പ്രധാനപ്പെട്ട മേഖലകളിലുമൊക്കെ സ്ഥിതി ചെയ്യുന്ന വ്യാവസായിക മേഖലകളാണ് ലക്ഷ്യസ്ഥാനം. അത്തരത്തിൽ അനവധി വ്യാവസായിക മേഖലകളിൽ ബോംബർ വിമാനങ്ങൾ ഉപയോഗിച്ച് ബോംബുകൾ വിക്ഷേപിച്ച് അതൊക്കെ തരിപ്പണമാക്കി മാറ്റി. ഈ സമയം കൊണ്ട് കുർസ്കിനെ പൂർണ്ണമായിട്ടും ഡിഫെൻഡ് ചെയ്യാനും കുർസ്കിനോട് ചേർന്ന് കിടക്കുന്ന റഷ്യയുടെ പ്രദേശങ്ങൾ, ഇപ്പോൾ അത് ജർമ്മനിയുടെ കയ്യിലാണ്, ആ പ്രദേശങ്ങളൊക്കെ വീണ്ടെടുക്കാനും സാധിച്ചു. ഈ സമയത്ത് വളരെ നിർണായകമായിട്ടുള്ള ചില സംഭവങ്ങൾ അങ്ങ് ഇറ്റലിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ വലിയ പ്രക്ഷോഭങ്ങൾ നടക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. അവിടെയുള്ള ഫാഷിസ്റ്റ് പാർട്ടിയുടെ ഗ്രാൻഡ് കൗൺസിലിൽ ഒരു അവിശ്വാസ പ്രമേയം മുന്നോട്ട് വെച്ചു. ആ അവിശ്വാസ പ്രമേയത്തിൽ 19 പേരാണ് മുസോലിനിക്ക് എതിരെ വോട്ട് രേഖപ്പെടുത്തിയത്. മുസോലിനിക്ക് കിട്ടിയത് വെറും 6 വോട്ടുകൾ മാത്രം. അതായത് മുസോലിനി അധികാരത്തിൽ നിന്നും വിട്ടിറങ്ങണം. മാത്രമല്ല അയാൾക്ക് ഇനിയുള്ള കാലം ജയിലിൽ കഴിയേണ്ടി വരും. അതിനു പുറമെ പുതിയൊരു അധികാരിയെ കൂടി ഈ ഗ്രൗണ്ട് കൗൺസിൽ തീരുമാനിക്കുന്നുണ്ട്. ഇറ്റലിയിലെ രാജാധികാരിയായിട്ടുള്ള, അവിടുത്തെ രാജാവായിട്ടുള്ള വിക്ടർ ഇമ്മാനുവൽ ശരിക്കും മുസോലിനിയുടെ വളരെ അടുത്ത ഒരു ആൾ തന്നെ ആയിരുന്നു. എന്നാൽ അധികാരം കിട്ടിയപ്പോൾ, മുസോലിനിയെ ഒതുക്കാനുള്ള ഒരു അവസരം കിട്ടിയപ്പോൾ അയാൾ അത് നടപ്പിലാക്കുക തന്നെ ചെയ്തു. മാത്രമല്ല പൂർണ്ണമായിട്ടും വെടിനിർത്താനും സഖ്യകക്ഷിയോട് ചേർന്ന് പ്രവർത്തിക്കാനും ഇവർ തീരുമാനിച്ചു.
ഈ കാര്യങ്ങളൊക്കെ പല ചാരന്മാരിലൂടെ ഹിറ്റ്ലർ അറിയുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ ഹിറ്റ്ലർ കുറേയധികം സേനയെ ഉപയോഗിച്ച് ഇറ്റലിയുടെ ഉത്തരഭാഗങ്ങൾ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു. ഇറ്റലിയിൽ വലിയ രീതിയിലുള്ള യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉത്തരഭാഗത്ത് ജർമ്മനിയുടെ അധിനിവേശം നടക്കുന്നു. തെക്കു ഭാഗത്തായിട്ട് സഖ്യകക്ഷികളുടെ ആക്സിസ് പവറിൻ്റെ അധിനിവേശം സംഭവിക്കുന്നു. അങ്ങനെ രണ്ട് കൂട്ടരും ആക്രമിച്ച് ഒരു ഘട്ടമെത്തിയപ്പോൾ പരസ്പരം കൂടിച്ചേർന്നു. ആ ഭാഗത്ത് ഒരു അതിർത്തി ഉണ്ടാക്കി. ആ ഭാഗത്ത് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്, എന്നാൽ കാര്യമായിട്ടുള്ള ഈ ജോഗ്രഫിക്കൽ മാറ്റങ്ങളൊന്നും സംഭവിക്കുന്നില്ല. ഇങ്ങനെ ഉത്തരപ്രദേശങ്ങൾ കീഴടക്കാൻ സാധിച്ചതോടുകൂടി മുസോളിനിയെ പൂർണ്ണമായിട്ടും അവിടെ നിന്നും മോചിതനാക്കാനും അയാൾക്കെതിരെ നടപടിയെടുത്തിട്ടുള്ള പല ആളുകളെ തുറങ്കിലടയ്ക്കാനും കൊല്ലാനും കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലേക്ക് അയക്കാനും ഹിറ്റ്ലറിന് സാധിച്ചു. മാത്രമല്ല അവിടെ പുതിയൊരു രാജ്യം തന്നെ ഉണ്ടാക്കിയെടുത്തു. ആ രാജ്യം പൂർണ്ണമായിട്ടും ജർമ്മൻ കൺട്രോളിൽ തന്നെയാണ്. അതിൻ്റെ അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നത് മുസോളിനിയാണ്. പക്ഷേ അയാൾക്ക് കാര്യമായിട്ടുള്ള അധികാരമൊന്നുമില്ല. അയാൾ ഒരു പപ്പറ്റ് മാത്രമാണ്. ഒരു പാവയെ പോലെ ഹിറ്റ്ലർ പറയുന്നത് പോലെ ആ പ്രദേശം ഭരിക്കണം. യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കാനായി സഖ്യകക്ഷികളുടെ ഒരു മീറ്റിംഗ് ഈ ഘട്ടത്തിൽ ടെഹ്റാനിൽ സംഭവിച്ചു. അവിടെ പങ്കെടുക്കുന്നത് ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്ററായിരുന്ന വിൻസ്റ്റൺ ചർച്ചിൽ, അതുപോലെ റഷ്യയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ USSRനെ പ്രതിനിധീകരിച്ചുകൊണ്ട് സ്റ്റാലിൻ, അമേരിക്കയെ പ്രതിനിധീകരിച്ചുകൊണ്ട് അവരുടെ പ്രസിഡൻ്റായിട്ടുള്ള റൂസ്വെൽറ്റ്. വിദഗ്ധമായിട്ട് തന്നെ പ്ലാൻ ചെയ്ത് ജർമ്മനിയെ കീഴ്പ്പെടുത്താനായിട്ട് അവർ തീരുമാനിച്ചു. ഫ്രാൻസ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ജർമ്മനിയുടെ കയ്യിലാണ്. ഫ്രാൻസിനെ ഒരേ സമയം രണ്ട് ഭാഗത്തു നിന്ന് ആക്രമിക്കാൻ സാധിക്കും. കാരണം ഇപ്പോൾ നോർത്തേൺ ആഫ്രിക്ക പൂർണ്ണമായിട്ടും സഖ്യകക്ഷികളുടെ കയ്യിലാണല്ലോ. അവിടെ നിന്ന് വേണമെങ്കിൽ ഫ്രാൻസിൻ്റെ തെക്കൻ മേഖലയെ ആക്രമിക്കാൻ സാധിക്കും. ആ സമയത്ത് തന്നെ ഫ്രാൻസിൻ്റെ ഉത്തരഭാഗത്തുള്ള UK അല്ലെങ്കിൽ ബ്രിട്ടനിൽ നിന്നുകൊണ്ട് തന്നെ ഫ്രാൻസിൻ്റെ ഉത്തരമേഖലയെ ആക്രമിക്കാൻ സാധിക്കും. ഇതിനു പുറമെ ജർമ്മനി കീഴ്പ്പെടുത്തിയിട്ടുള്ള യൂഗോസ്ലാവിയയിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയും സൈനികമായിട്ട് സഹായിക്കാൻ സാധിക്കും. ജോസഫ് ടിറ്റോ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ് വലിയ രീതിയിലുള്ള സമരങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജോസഫ് ടിറ്റോയ്ക്ക് സൈനിക സഹായം കൊടുത്തു കഴിഞ്ഞാൽ ജോസഫ് ടിറ്റോ അത് മുതലാക്കി ആ പ്രദേശം കീഴടക്കുമെന്ന് ഇവർ അടിയുറച്ചു വിശ്വസിച്ചു. ഈ സമയമായപ്പോഴേക്കും നോർത്ത് ഈസ്റ്റിൽ നടന്നുകൊണ്ടിരുന്ന, അതായത് ഫിൻലാൻഡിൻ്റെ അതിർത്തി പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരുന്ന ലെനിൻഗ്രാഡിൻ്റെ ഉപരോധങ്ങൾ അവസാനിക്കുന്നത്. ലെനിൻഗ്രാഡിലേക്ക് കാര്യമായിട്ട് ഭക്ഷണവും ജലവും ഒന്നും എത്തിക്കാതെ ആയിട്ട് ഇപ്പോൾ 872 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഇത്രയധികം ദിവസങ്ങൾ കൊണ്ട് 10 ലക്ഷത്തോളം വരുന്ന സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ക്രൂരമായിട്ടുള്ള ആ പീഡനങ്ങളിൽ നിന്ന് ലെനിൻഗ്രാഡ് മുക്തമായി. 1944 ജൂൺ മാസത്തിൽ അമേരിക്കയും ബ്രിട്ടനും വായുമാർഗത്തിലൂടെ ജർമ്മനിയെ ആക്രമിച്ചു. ജർമ്മനിയുടെ തലസ്ഥാനമായ ബെർലിൻ നഗരത്തെയും അതുപോലെ അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന പല വ്യാവസായിക സ്ഥാപനങ്ങളെയുമാണ് ആക്രമണത്തിന് വിധേയമാക്കിയത്. അതേസമയം തന്നെ ജർമ്മൻ ഒക്കുപ്പൈഡ് ഫ്രാൻസിൻ്റെ ഉത്തര മേഖലകളിൽ USA, UK, കാനഡ തുടങ്ങിയ രാജ്യങ്ങളും ഒരേപോലെ ആക്രമിച്ചു. തൊട്ടടുത്ത മാസം, അതായത് ജൂലൈ മാസത്തിൽ ബാർബേഷ്യൻ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനിലൂടെ സോവിയറ്റ് യൂണിയനും ജർമ്മനിയുടെ വെസ്റ്റേൺ വാർ ഫ്രണ്ട് കയ്യേറാൻ തുടങ്ങി. റഷ്യയുടെ തന്നെ പ്രദേശങ്ങളായിരുന്ന പല മേഖലകളും ഈ ഘട്ടത്തിൽ വളരെ അനായാസമായിട്ട് കീഴ്പ്പെടുത്താൻ സാധിച്ചു. കാരണം ജർമ്മനിയുടെ എല്ലാ മേഖലകളിലും ഇപ്പോൾ യുദ്ധം നടക്കുകയാണ്. അതുകൊണ്ട് സൈനികരെ പല സ്ഥലങ്ങളിലായിട്ട് വിന്യസിക്കേണ്ട ഒരു ഘട്ടമാണ് ഇപ്പോൾ ജർമ്മനിക്ക് വന്നിരിക്കുന്നത്. വളരെ വേഗതയിലാണ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗത്തു നിന്നുള്ള ആക്രമണം ഉണ്ടാകുന്നത്. അവർക്ക് ഒരൊറ്റ മാസം കൊണ്ട് 600 കിലോമീറ്ററോളമുള്ള വലിയ പ്രദേശങ്ങൾ കീഴ്പ്പെടുത്താൻ സാധിച്ചു. റഷ്യയുടെ പ്രദേശങ്ങൾ കീഴടക്കി കഴിഞ്ഞു. അതായത് റഷ്യയുടെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ തിരിച്ചു പിടിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനു പുറമെ മുൻകാലത്തുണ്ടായിരുന്ന പോളണ്ട് എന്ന രാജ്യത്തിൻ്റെയും പല മേഖലകളിലേക്കും സോവിയറ്റ് യൂണിയൻ ഇപ്പോൾ തന്നെ എത്തിച്ചേർന്നിരിക്കുന്നു. തൊട്ടടുത്ത മാസം 1944 ഓഗസ്റ്റ് മാസം, ആ ഓഗസ്റ്റ് മാസത്തിലാണ് വളരെ നിർണായകമായിട്ടുള്ള മറ്റൊരു ആക്രമണം ഉണ്ടാകുന്നത്. വിച്ചി ഫ്രാൻസ് എന്ന് പറയുന്ന ഫ്രാൻസിൻ്റെ തെക്കൻ മേഖല, ആ തെക്കൻ മേഖലയുടെ ഭാഗത്ത്, അതിൻ്റെ തെക്ക് ഭാഗത്ത്, അതായത് മെഡിറ്ററേനിയൻ സമുദ്രം നിൽക്കുന്ന ഭാഗത്തു നിന്നും USAയും UKയും ആക്രമിച്ചു തുടങ്ങി. ഇറ്റലിയുടെ ഭാഗത്തും വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുകയാണ്. ഇറ്റലിയുടെ ഉത്തരഭാഗം ഇപ്പോൾ ജർമ്മനിയുടെ അധീനതയിലാണ്. അതിൻ്റെ തെക്കൻ മേഖലയിൽ സഖ്യകക്ഷികളുണ്ട്. USAയും UKയും ഉണ്ട്. USAയും UKയും ഒന്നിച്ച് അവിടെ നിന്നും ഈ ഉത്തരഭാഗത്തുള്ള ജർമ്മൻ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള ഇറ്റലിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. യൂഗോസ്ലാവിയൻ മേഖലയിലും വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ നടക്കുന്നു. ജോസഫ് ടിറ്റോയ്ക്ക് ഇപ്പോൾ ആവശ്യമായിട്ടുള്ള സൈനികരെ കിട്ടിയിട്ടുണ്ട്. ആ സൈനികരെ ഉപയോഗിച്ചുകൊണ്ട്
അദ്ദേഹം വിദഗ്ധമായി തന്നെ ആ മേഖല പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തി യൂഗോസ്ലാവിയയ്ക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്തു. 1944 ഒക്ടോബർ മാസമായപ്പോൾ ഫ്രാൻസിനെയും ബെൽജിയത്തെയും പൂർണ്ണമായിട്ടും മോചിപ്പിക്കാൻ സഖ്യകക്ഷികൾക്ക് സാധ്യമായി. തൊട്ടടുത്ത വർഷം 1945 ഫെബ്രുവരി മാസം യാൾട്ട എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് സഖ്യകക്ഷികളുടെ ഒരു കോൺഫറൻസ് നടന്നു. USSRൻ്റെ സ്റ്റാലിൻ, UK-യിൽ നിന്ന് വിൻസ്റ്റൺ ചർച്ചിൽ, അമേരിക്കയിൽ നിന്ന് റൂസ്വെൽറ്റ്. ഇവരുടെ ചർച്ചാ വിഷയമെന്ന് പറയുന്നത് പോസ്റ്റ് വാറാണ്. യുദ്ധം എപ്പോൾ വേണമെങ്കിലും തങ്ങൾ വിജയിക്കും. ആ വിജയത്തിന് ശേഷം എന്തൊക്കെ കാര്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത്? ജർമ്മനിയാണ് ഇപ്പോൾ കീഴ്പ്പെടുത്താൻ പോകുന്നത്. അപ്പോഴും ജപ്പാൻ ശക്തമായിട്ട് തന്നെ തുടരുന്നുണ്ട്. ജപ്പാനോട് കീഴടങ്ങാൻ ആവശ്യപ്പെടണം. അതിനു പുറമെ ഇറ്റലിയുടെ സകല കോളനികളും നമുക്ക് പങ്കിട്ടെടുക്കാനായിട്ട് സാധിക്കണം. പോളണ്ടിനെ തിരികെ കൊണ്ടുവരണം. പോളണ്ട് പലപ്പോഴായിട്ട് ഉദിച്ചുയരുകയും പിന്നീട് അതിദാരുണമായിട്ട് ഇല്ലായ്മ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ്. ആദ്യ എപ്പിസോഡിൽ ഞാൻ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ആ പോളണ്ടിന് വീണ്ടും പുനർജന്മം കൊടുക്കണം. പക്ഷേ അതിൽ സ്റ്റാലിന് ചില എതിർപ്പുകളുണ്ട്. കാരണം നിലവിൽ പോളണ്ടിൻ്റെ ബഹുഭൂരിപക്ഷം പ്രദേശവും സ്റ്റാലിൻ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. അതിനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സെക്കൻഡ് വേൾഡ് വാറിൻ്റെ തുടക്കത്തിലും പോളണ്ട് സ്റ്റാലിൻ കീഴടക്കിയതാണ്. അതുകൊണ്ട് ആ മേഖലകളൊക്കെ ഞങ്ങൾക്ക് തന്നെ വേണം, അത് ഞങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കില്ലെന്ന് ഇവർ വാശി പിടിച്ചു. അതിനെ തുടർന്ന് പോളണ്ടിൻ്റെ സ്ഥാനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്താനായിട്ട് ഇവർ തീരുമാനിച്ചു. അതിൻ്റെ വലിപ്പമൊന്നും കുറയ്ക്കുന്നില്ല, എന്നാൽ അതിനെ ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ജർമ്മൻ മേഖലകളിലേക്ക് ഇതിനെ കൊണ്ടുപോയി വയ്ക്കുക. പിന്നെ അവശേഷിക്കുന്ന ജർമ്മനിയുടെ പ്രദേശങ്ങളൊക്കെ ഈ 3 രാജ്യങ്ങളും പരസ്പരം പങ്കിട്ടെടുക്കുക. അക്കൂട്ടത്തിൽ ഫ്രാൻസ് കൂടെ വരുന്നുണ്ട്. അപ്പം ഫ്രാൻസ് എന്ന് പറയുന്ന ഇപ്പം പുതുതായിട്ട് വീണ്ടും ഉണ്ടായി വന്ന, കുറേ നാൾ ജർമ്മനിയുടെ അണ്ടറിലായിരുന്നു, അങ്ങനെ ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ടു വന്ന ഫ്രാൻസിനും കൂടെ ഒരു പങ്ക് വീതിച്ചു കൊടുക്കുക. ഇതേ യാൾട്ട കോൺഫറൻസിൽ തന്നെയാണ് ലീഗ് ഓഫ് നേഷൻസിനു പകരം യുണൈറ്റഡ് നേഷൻസ് എന്ന പേരിൽ പുതിയൊരു ഓർഗനൈസേഷൻ ഉണ്ടാകുന്നതിനെക്കുറിച്ചുള്ള തീരുമാനമുണ്ടാകുന്നത്. മാത്രമല്ല ഇവിടെ വളരെ നിർണായകമായിട്ടുള്ളൊരു തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. ഈ ഫെബ്രുവരി മാസത്തിലാണ് ഈ ഒരു കോൺഫറൻസ് നടക്കുന്നത്. അതായത് ദിവസങ്ങൾ കഴിയുന്നതിനുള്ളിൽ മാർച്ച് മാസം 1-ാം തീയതി തുടങ്ങുന്നതിന് മുൻപ് ഏതൊക്കെ രാജ്യങ്ങളാണ് ജർമ്മനിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത് ആ രാജ്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്കലി ഈ ഒരു സംഘടനയുടെ ഭാഗമായി മാറും. മിക്ക രാജ്യങ്ങൾക്കും ഇത്തരത്തിൽ ശക്തമായിട്ടുള്ള ഒരു സംഘടനയുടെ ഭാഗമാകണമെന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ രാജ്യങ്ങളൊക്കെ ജർമ്മനിക്കെതിരെ ഈ കോൺഫറൻസ് നടന്ന് ദിവസങ്ങൾ കഴിയുന്നതിന് മുൻപ് തന്നെ യുദ്ധം പ്രഖ്യാപിച്ചു. അതായത് ജർമ്മനിക്ക് ഒരു രക്ഷയുമില്ല. ലോകത്തുള്ള സകല രാജ്യങ്ങളും ജർമ്മനിക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് പരസ്പരം മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. മാസങ്ങൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ ഇറ്റലിയുടെ തെക്ക് ഭാഗത്ത് മാത്രമുണ്ടായിരുന്ന സഖ്യകക്ഷികൾക്ക് ഉത്തരഭാഗം കൂടി കീഴ്പ്പെടുത്താൻ സാധിച്ചു. അതായത് ജർമ്മനിക്ക് പൂർണ്ണമായിട്ടും ഇറ്റലിയുടെ മേലുണ്ടായിരുന്ന അധികാരം നഷ്ടമായി. അവിടെ ഉണ്ടായിരുന്ന പപ്പറ്റ് ഭരണാധികാരിയായിരുന്ന മുസോലിനിയും അയാളുടെ മിസ്ട്രസ് ആയിരുന്ന ക്ലാരയും അവിടെ നിന്ന് സ്വിറ്റ്സർലൻഡിലേക്ക് രക്ഷപ്പെടാനുള്ള ചില പദ്ധതികളൊക്കെ ആവിഷ്കരിച്ചു. പക്ഷേ ആ പദ്ധതികൾ വലിയ പരാജയത്തിലാണ് കലാശിച്ചത്. അവരെ ആർമിക്ക് പിടിച്ചെടുക്കാനും അതുപോലെ ഏപ്രിൽ മാസം 27-ാം തീയതി കൊല്ലാനും സാധിച്ചു. കൊന്നുകളയുക മാത്രമല്ല ചെയ്തത്, ഇവരുടെ ശവശരീരം നേരെ മിലാനിലേക്ക് കൊണ്ടുവന്നു. മിലാനിൽ എല്ലാവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് തന്നെ ഇവർ രണ്ടുപേരെയും തലകുത്തനെ കെട്ടിത്തൂക്കി. വർഷങ്ങളോളം ഇറ്റലിയെ പിടിച്ചടക്കി ക്രൂരമായി ചൂഷണം ചെയ്തിരുന്ന ആ ക്രൂരനായ ഭരണാധികാരിയുടെ പതനം അക്ഷരാർത്ഥത്തിൽ മിലാൻ നഗരം ആഘോഷിക്കുകയായിരുന്നു. 1945 ജനുവരി മാസം മുതൽ തന്നെ ഹിറ്റ്ലർ അയാളുടെ താമസം ഫ്യൂറർ ബങ്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു രഹസ്യ താവളത്തിലേക്ക്, അല്ലെങ്കിൽ ഭൂഗർഭത്തിലുള്ള ഒരു രഹസ്യ താവളത്തിലേക്ക് മാറ്റിയിരുന്നു. എപ്പോൾ വേണമെങ്കിലും പരാജയം സംഭവിക്കാമെന്ന് അയാൾ മുൻകൂട്ടി മനസ്സിലാക്കി. പക്ഷേ ജർമ്മനി ഭരിക്കുന്നത് ഇപ്പോഴും ഹിറ്റ്ലർ തന്നെയാണ്. പല നിർണായകമായിട്ടുള്ള തീരുമാനങ്ങളും അയാൾ എടുക്കുന്നത് ആ ബങ്കറിൽ ഒളിച്ചു താമസിച്ചിരുന്നു കൊണ്ടാണ്. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ തന്നെയുള്ള വളരെ ബൃഹത്തായിട്ടുള്ള ഒരു ഭൂഭാഗമായിരുന്നു ഈ ബങ്കർ. അവിടെ ഒരുപാട് സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ജർമ്മനിയുടെ പല അതിർത്തി മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രത്യാക്രമണത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അപ്പോൾ ഇയാൾ പലരും എത്തിച്ചു കൊടുക്കുന്നുമുണ്ട്. അങ്ങനെ ഏപ്രിൽ മാസം 29-ാം തീയതി ആയപ്പോഴേക്കും തങ്ങൾ പരാജയപ്പെടാൻ പോകുന്നു എന്ന വാസ്തവം അയാൾക്ക് മനസ്സിലായി. ഏതാനും കിലോമീറ്ററുകൾ അകലെ, 2-3 കിലോമീറ്റർ അകലെ ഇപ്പോൾ സോവിയറ്റ് യൂണിയൻ ഉണ്ട്. എപ്പോൾ വേണമെങ്കിലും അവർക്ക് ഇവിടെ എത്തിച്ചേരാം. അതിനു മുൻപ് മരിക്കണം, അല്ലെങ്കിൽ മുസോലിനിക്ക് സംഭവിച്ചതുപോലെയുള്ള ദാരുണമായിട്ടുള്ളൊരു മരണമായിരിക്കും തനിക്ക് സംഭവിക്കാൻ പോകുന്നത്. അത് ഒഴിവാക്കാനായി അയാൾ ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു.
ആത്മഹത്യ ചെയ്യുന്നതിന് മുൻപ് അയാൾക്ക് ഒരു ആഗ്രഹമുണ്ട്, ഒരു ഇഷ്ടമുണ്ട്, അത് നടപ്പിലാക്കണം. വർഷങ്ങളായി തന്നോടൊപ്പം താമസിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഇവ എന്ന ലൈഫ് പാർട്ട്ണർ, ആ ലൈഫ് പാർട്ട്ണറിനെ വിവാഹം ചെയ്യണം. ഏപ്രിൽ മാസം 29-ാം തീയതിയാണ് അവർ രണ്ടുപേരും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. ഏപ്രിൽ മാസം 30-ാം തീയതിയാണ് ശരിക്കും ഇവർ രണ്ടുപേരും ആത്മഹത്യ ചെയ്യുന്നത്. ഇവ മരിക്കുന്നത് സൈനൈഡ് ഉള്ളിൽ ചെന്നിട്ടാണ്. ഹിറ്റ്ലർ സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. ഇവർ ആത്മഹത്യ ചെയ്യുന്ന ആ സമയത്ത് സ്റ്റാലിൻ്റെ സേന, അതായത് റെഡ് ആർമി, ഇവരുടെ ബങ്കറിൽ നിന്നും ഏകദേശം 500 മീറ്റർ മാത്രം അകലെ ഷെല്ലാക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് തങ്ങൾ കീഴ്പ്പെടാൻ പോകുന്നു എന്ന് ഉറപ്പായി അതിൻ്റെ തൊട്ട് മുമ്പുള്ള നിമിഷങ്ങളിലാണ് ആത്മഹത്യ നടന്നത്. അതായത് മരിക്കണമെന്ന് അവർക്ക് ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല, ജീവിക്കണമെന്നുള്ള ആഗ്രഹം തന്നെയാണ് ഉണ്ടായിരുന്നത്. എന്നാൽ മരിക്കുന്നതിന് മുൻപ് കർശനമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അയാൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അയാളുടെ വേണ്ടപ്പെട്ട പല സ്റ്റാഫുകൾക്കും. അതിലൊന്ന്, തങ്ങളെ മരിച്ച ഉടൻ തന്നെ പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കളയണം, ചാരമാക്കി മാറ്റിയിട്ടുണ്ടായിരിക്കണം. ഞങ്ങളുടെ ശവശരീരം ഒരു കാരണവശാലും സോവിയറ്റ് യൂണിയനോ അല്ലെങ്കിൽ സഖ്യകക്ഷികളിൽപ്പെട്ടിട്ടുള്ള മറ്റ് രാജ്യങ്ങൾക്കോ കിട്ടാൻ പാടില്ല. അത് കൃത്യമായിട്ട് തന്നെ അയാളുടെ അനുയായികൾ നടപ്പിലാക്കുകയും ചെയ്തു. കൂടാതെ നിർണായകമായിട്ടുള്ള ചില ഉത്തരവുകൾ കൂടി, ചില വിൽപത്രങ്ങൾ കൂടി എഴുതിയിട്ടുണ്ട്. അടുത്ത അധികാരം ആർക്കാണ് കൊടുക്കേണ്ടതെന്നാണ് അതിൽ പരാമർശിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഹിറ്റ്ലറിൻ്റെ ശേഷക്കാരൻ അടുത്ത അധികാരിയായിട്ട് മാറുന്നത് അഡ്മിറൽ കാളാണ്. കൂടാതെ ചാൻസലർ സ്ഥാനം കൊടുക്കുന്നത് ഹിറ്റ്ലറിൻ്റെ വളരെ പ്രിയപ്പെട്ട ഗീബിൾസിനുമാണ്. പിന്നീട് സോവിയറ്റ് യൂണിയൻ്റെ ആർമി ഈ പ്രദേശങ്ങളൊക്കെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോൾ അവർക്ക് ഹിറ്റ്ലറിന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. എവിടെയാണ് അയാളെ പൂർണ്ണമായിട്ടും അയാളുടെ ശരീരം കത്തിച്ച് ചാമ്പലാക്കിയതെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അത് ഹിറ്റ്ലർ തന്നെയാണെന്ന് ഉറപ്പിക്കാൻ വേണ്ടി അവിടെ നിന്നും കണ്ടെത്തിയിട്ടുള്ള പല്ലിൻ്റെ ചില കഷ്ണങ്ങൾ എടുത്ത് പരിശോധനകൾ നടത്തി ഹിറ്റ്ലർ തന്നെയാണെന്ന് അവർ ഉറപ്പുവരുത്തി. ജർമ്മനിയിലെ യുദ്ധങ്ങൾ അവസാനിക്കുന്ന ആ അവസാന കാലഘട്ടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത്. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ അനവധി ആളുകളെ കൊന്നുകളഞ്ഞു. കാരണം അവർക്കറിയാം തങ്ങളുടെ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും ഇവരെ മോചിപ്പിക്കാനായിട്ട് റെഡ് ആർമി എത്തിച്ചേരുന്നുണ്ടെന്ന്. അവരുടെ പടിഞ്ഞാറൻ മേഖലകളിൽ നിന്നും US-ഉം UK-യും ഫ്രാൻസും ആക്രമിച്ചു വരുന്നുണ്ടെന്നും അവർക്കറിയാമായിരുന്നു. അതുകൊണ്ട് ദാരുണമായി ഇവരെ ഒന്നും മോചിപ്പിക്കാതെ കൊല്ലുകയാണ് ഉണ്ടായത്. എന്നാൽ എല്ലാ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലും അങ്ങനെയല്ല നടന്നത്. ഷിൻഡ്ലർ എന്ന് പറയുന്ന മഹാനായ ഒരു വ്യക്തിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നിന്നും അനേകം ആളുകൾ രക്ഷപ്പെട്ടു. ഷിൻഡ്ലേഴ്സ് ലിസ്റ്റ് എന്ന പേരിൽ പിന്നീട് സാക്ഷാൽ സ്പീൽബർഗ് അതിമനോഹരമായിട്ടുള്ള ഒരു സിനിമയും ചെയ്തിട്ടുണ്ട്. നിങ്ങളത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ആ സിനിമ നിങ്ങളൊന്ന് കാണണം. മെയ് മാസം 8-ാം തീയതിയാണ് ജർമ്മനി പൂർണ്ണമായിട്ടും കീഴടങ്ങുന്നത്. 1945 ജൂലൈ മാസം 17-ാം തീയതി പോട്സ്ഡാമിൽ വെച്ച് ഒരു കോൺഫറൻസ് നടന്നു. അമേരിക്ക, UK, USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ ഇത്രയും പേർ കൂടി ചേർന്നിട്ടുള്ള ഒരു കോൺഫറൻസ് ആയിരുന്നു. ഓഗസ്റ്റ് മാസം 2-ാം തീയതി വരെ ആ കോൺഫറൻസ് നീണ്ടു നിന്നിരുന്നു. എന്നാൽ അമേരിക്കയുടെ വിജയശില്പിയായിരുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ആയിരുന്ന റൂസ്വെൽറ്റിന് അതിൽ പങ്കെടുക്കാൻ സാധിച്ചില്ല. കാരണം അതിന് ഏതാനും മാസങ്ങൾ മുമ്പ് അദ്ദേഹം മരണമടഞ്ഞു. പിന്നീട് അദ്ദേഹത്തിൻ്റെ പിൻഗാമിയായി വന്ന ട്രൂമാനാണ് ഈ ഒരു കോൺഫറൻസിൽ പങ്കെടുത്തത്. ജർമ്മനിയുടെ അധിനിവേശ കാലഘട്ടങ്ങളിൽ പല അധിനിവേശ അല്ലെങ്കിൽ ജർമ്മൻ ഒക്കുപ്പൈഡ് ആയിട്ടുള്ള പ്രദേശങ്ങളിൽ ജർമ്മൻകാരുണ്ടായിരുന്നു. ആ ജർമ്മൻകാരോടൊക്കെ തിരികെ അവരുടെ ജർമ്മനി എന്ന രാജ്യത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള ഉത്തരവ് ഈ കോൺഫറൻസിലുണ്ടായി. കൂടാതെ പോളണ്ടിനെ വീണ്ടും സൃഷ്ടിക്കാനുള്ള നടപടികളും ഈ ഒരു കോൺഫറൻസിൽ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഒരു അൾട്ടിമേറ്റം ജപ്പാന് കൊടുക്കുക എന്നതായിരുന്നു. ജപ്പാനോട് ഒരു മാനദണ്ഡവുമില്ലാതെ പൂർണ്ണമായിട്ടും കീഴടങ്ങാനുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചു. പക്ഷേ ജപ്പാൻ അത് ചെവിക്കൊണ്ടില്ല. ജർമ്മനിയും ഇറ്റലിയും തകർന്നടിഞ്ഞിരിക്കുന്നു. പക്ഷേ ജപ്പാൻ ഇപ്പോഴും ശക്തമായിട്ട് തന്നെ തുടർന്നു പോകുന്നു. അവരെ വകവരുത്താനായിട്ട് ഇപ്പോൾ അമേരിക്കയാണ് ശ്രമിക്കുന്നത്. ജപ്പാൻ വഴങ്ങുന്നില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ശക്തമായിട്ടുള്ള ആക്രമണം അമേരിക്ക അഴിച്ചുവിട്ടു. ജപ്പാൻ്റെ വിവിധ മേഖലകളിലുണ്ടായിരുന്ന അനവധി വ്യാവസായിക സ്ഥാപനങ്ങൾ അഗ്നിക്ക് ഇരയാക്കി ഈ ബോംബ് വർഷത്തെ തുടർന്ന്. പക്ഷേ എന്നിട്ടും ജപ്പാൻ കീഴടങ്ങാൻ കൂട്ടാക്കിയില്ല. അങ്ങനെ 1945 ഓഗസ്റ്റ് മാസത്തിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനം അമേരിക്കയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. അവർ ഹിരോഷിമയിലും നാഗസാക്കിയിലും ആ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ ബോംബ് വിക്ഷേപണം നടപ്പിലാക്കി. അതിനെ തുടർന്ന് ആയിരക്കണക്കിന് 10,000-കണക്കിന് മനുഷ്യർ ക്രൂരമായിട്ട് കൊല ചെയ്യപ്പെട്ടു.
ഈ ഒരു നടപടി ഇല്ലാതെയും അവർക്ക് ജപ്പാനെ കീഴ്പ്പെടുത്താൻ സാധിക്കുമായിരുന്നു. സാധാരണക്കാരുടെ ജീവൻ്റെ വില അത് അമൂല്യമാണ്. ക്രൂരമായിട്ട് വേട്ടയാടിയിട്ടുള്ള ജപ്പാൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. എത്രമാത്രം സ്ത്രീകളെ ക്രൂരമായിട്ട് പീഡിപ്പിച്ചു എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പക്ഷേ അതിന് പ്രതികാരം ചെയ്യേണ്ടത് ഇങ്ങനെ ആയിരുന്നില്ല. ഒരു വലിയ ജനസമൂഹത്തെ ക്രൂരമായിട്ടുള്ള ദാരുണമായിട്ടുള്ള മരണത്തിന് പറഞ്ഞു വിട്ടുകൊണ്ടായിരുന്നില്ല. ആ പ്രദേശം തന്നെ അതിമാരകമായിട്ടുള്ള റേഡിയേഷനുകൾ എമിറ്റ് ചെയ്യുന്ന ഒരു മേഖലയായി മാറി. പിന്നീട് വന്ന അവരുടെ തലമുറകൾക്ക് പോലും വലിയ രീതിയിലുള്ള പ്രത്യാഘാതങ്ങളാണ് നേരിടേണ്ടി വന്നത്. തെറ്റ് ചെയ്തിട്ടുള്ള ആ പട്ടാളക്കാരെ ശിക്ഷിക്കാമായിരുന്നു. ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ, കുറച്ച് നാൾ കൂടി ഒന്ന് കാത്തിരുന്നിരുന്നെങ്കിൽ ഈ സഖ്യകക്ഷികൾക്കെല്ലാം കൂടി ചേർന്ന് ജപ്പാനെ പൂർണ്ണമായിട്ടും കീഴടക്കി അവിടെയുള്ള സൈനികർക്ക് അർഹമായിട്ടുള്ള ശിക്ഷ കൊടുക്കാമായിരുന്നു. സെപ്റ്റംബർ മാസം 2-ാം തീയതി ജപ്പാൻ കീഴടങ്ങി. 1952 വരെ അമേരിക്കയുടെ കീഴിലായിരുന്നു ജപ്പാൻ. കൊറിയയെ രണ്ടായിട്ട് പങ്കിട്ടെടുക്കുകയായിരുന്നു. ഉത്തരഭാഗം USSR അല്ലെങ്കിൽ സോവിയറ്റ് യൂണിയൻ പങ്കിട്ടെടുത്തപ്പോൾ അതിൻ്റെ ദക്ഷിണ ഭാഗം, അതായത് ഇന്നത്തെ സൗത്ത് കൊറിയ എടുത്തത് അമേരിക്കയാണ്. അമേരിക്കയുടെ പാതയിലാണ് സൗത്ത് കൊറിയ പോയത്. സോവിയറ്റ് യൂണിയൻ്റെ പാതയിലാണ് പിന്നീടുള്ള കാലഘട്ടങ്ങളിൽ നോർത്ത് കൊറിയ പോകുന്നത്. ജർമ്മനിയെ വിജയിച്ചു വന്ന 4 ആക്സിസ് രാജ്യങ്ങൾ USA, ഫ്രാൻസ്, UK, സോവിയറ്റ് യൂണിയൻ ഇവർ കൃത്യമായിട്ട് വീതിച്ചെടുത്തു. എക്കാലത്തേക്കും വീതിച്ചങ്ങനെ എടുക്കാമെന്നായിരുന്നില്ല ഇവരുടെ ആദ്യത്തെ തീരുമാനം. ഇവരുടെ ആദ്യത്തെ തീരുമാനം അനുസരിച്ച് ഈ 4 പ്രദേശങ്ങളും ചേർത്തിട്ട് ഒരൊറ്റ രാജ്യമാക്കി ഒന്നിപ്പിക്കുക എന്നായിരുന്നു. എന്നാൽ അതിൽ പിന്നീട് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചു. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഐഡിയോളജിയിലെ ഡിഫറൻസ് ആണ്. USA, UK, ഫ്രാൻസ് ഇവർക്ക് ജനാധിപത്യത്തോടായിരുന്നു താല്പര്യം, ക്യാപിറ്റലിസത്തോടായിരുന്നു താല്പര്യം. എന്നാൽ ഇവരിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ളൊരു രാജ്യമാണ് സോവിയറ്റ് യൂണിയൻ. അവർക്ക് ക്യാപിറ്റലിസത്തോട് ഒട്ടും താല്പര്യമുണ്ടായിരുന്നില്ല. അവരുടെ താല്പര്യം കമ്മ്യൂണിസത്തോടായിരുന്നു. ഭരണവും ഒരിക്കലും ജനാധിപത്യത്തിന് വിട്ടുകൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അവിടെ കമ്മ്യൂണിസ്റ്റ് രീതിയിലൂടെ ഭരണം കൈയാളണമെന്ന് അവർ ആഗ്രഹിച്ചു. അതിനെ തുടർന്ന് ജർമ്മനി രണ്ടായിട്ട് മുറിച്ചു മാറ്റപ്പെട്ടു. ഒന്ന് ഈസ്റ്റേൺ ജർമ്മനി, മറ്റൊന്ന് വെസ്റ്റേൺ ജർമ്മനി. വെസ്റ്റേൺ ജർമ്മനിയാണ് സഖ്യകക്ഷികളുടെ, എല്ലാ സഖ്യകക്ഷികൾ തന്നെയാണ്. പക്ഷേ അമേരിക്ക, UK, ഫ്രാൻസിൻ്റെ അധീനതയിൽ വരുന്നത് ഈ വെസ്റ്റേൺ ജർമ്മനിയാണ്. വെസ്റ്റേൺ ജർമ്മനിയിൽ ഡെമോക്രസി നടപ്പിലാക്കി. അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണം, ജോലി, പുതിയതായിട്ടുള്ള വ്യാവസായിക സ്ഥാപനങ്ങൾ അതൊക്കെ അവിടെ ആരംഭിച്ചു. പതിയെ പതിയെ വെസ്റ്റേൺ ജർമ്മനിയെ ഒരു മികച്ച രാജ്യമാക്കി മാറ്റിയെടുക്കാൻ വേണ്ടി ഈ രാജ്യങ്ങളൊക്കെ പരിശ്രമിച്ചു. എന്നാൽ ഈസ്റ്റേൺ ജർമ്മനിയിൽ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് അരങ്ങേറുന്നത്. റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആ നാശനഷ്ടങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണക്കാർ ഈ ജർമ്മൻകാരാണ്. അതുകൊണ്ട് അതിനൊക്കെ പ്രത്യുപകാരമായിട്ട് അവിടെയുള്ള വ്യാവസായിക സ്ഥാപനങ്ങളൊക്കെ റഷ്യയുടെ ഭാഗമാക്കി മാറ്റണം. ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങളുണ്ട്, ഒരുപാട് മെഷീനറികളുണ്ട്. ഈ മെഷീനറികളൊക്കെ സോവിയറ്റ് യൂണിയൻ നേരിട്ട് ഭരിക്കുന്ന അവരുടെ മേഖലകളിലേക്ക് ഇവർ കൊണ്ടുപോയി. വെസ്റ്റേൺ ജർമ്മനിയെ മികച്ചൊരു രാജ്യമാക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ ഈസ്റ്റേൺ ജർമ്മനിയിലുണ്ടായിരുന്ന പല ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യങ്ങളും നശിപ്പിക്കുകയും അതൊക്കെ സോവിയറ്റ് യൂണിയനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുകയാണ് സോവിയറ്റ് യൂണിയൻ. അങ്ങനെ വലിയ രീതിയിലുള്ളൊരു ക്ലാഷ് ഈ ഘട്ടങ്ങളിലൊക്കെ ഈസ്റ്റേൺ ജർമ്മനിയും വെസ്റ്റേൺ ജർമ്മനിയും തമ്മിലുണ്ടായി. ആദ്യഘട്ടങ്ങളിലൊക്കെ ഒരു സമാധാനത്തിൻ്റെ പാതയിലൊക്കെയാണ് പോയതെങ്കിൽ പോലും ഈ സ്പ്ലിറ്റ് ശരിക്കും ഒരു കോൾഡ് വാറിന് കാരണമായി. എപ്പോൾ വേണമെങ്കിലും 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കാമെന്നുള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞുണ്ടായി. വെസ്റ്റേൺ ചരിത്രകാരന്മാരും ഈസ്റ്റേൺ ചരിത്രകാരന്മാരും എഴുത്തുകാരും ഈ കാര്യങ്ങളെ തീർത്തും വ്യത്യസ്തമായിട്ടാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. സോവിയറ്റ് എഴുത്തുകാരുടെ ഭാഷ്യത്തിൽ സോവിയറ്റ് യൂണിയൻ ചെയ്തതാണ് ശരിക്കുമുള്ള നയം, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അവർ അവിടെ നിന്നൊന്നും തട്ടിക്കൊണ്ടു പോവായിരുന്നില്ല. അവർ കുറച്ചുകൂടെ ഉചിതമായിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് ഈ വ്യാവസായിക സ്ഥാപനങ്ങൾ മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. കൂടാതെ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള സ്വാതന്ത്ര്യം കിട്ടുന്ന, ഒരേ രീതിയിലുള്ള തൊഴിലും ഒരേ രീതിയിലുള്ള വരുമാനവും കിട്ടുന്ന രീതിയിലുള്ള ഒരു സ്ട്രാറ്റജി അവിടെ നടപ്പിലാക്കുകയായിരുന്നു. USSRൽ എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെ ഇവിടെയും മികച്ച രീതിയിലുള്ള ഒരു രാജ്യം ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടപ്പിലാക്കിയത്. പക്ഷേ പാശ്ചാത്യ മാധ്യമങ്ങളും ചരിത്രകാരന്മാരും പറയുന്നത് ക്രൂരമായിട്ടുള്ള പീഡനങ്ങളൊക്കെയാണ് പിന്നീട് ഈസ്റ്റേൺ ജർമ്മനിയിലുള്ള ആളുകൾക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നതെന്നാണ്. മാത്രമല്ല അവിടെ വലിയ രീതിയിലുള്ള തൊഴിൽ ക്ഷാമം സംഭവിച്ചു. അവർക്ക് സ്വാതന്ത്ര്യമില്ലായിരുന്നു, അവർക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ
ഈ സ്വാതന്ത്ര്യമൊക്കെ കിട്ടിയ ഒരു ജനസമൂഹമാണ് വെസ്റ്റേൺ ജർമ്മനി. ആ വെസ്റ്റേൺ ജർമ്മനിയിൽ ഒരുപാട് തൊഴിൽ സാധ്യതയുണ്ടായി, അവിടെ ജനാധിപത്യം ഉണ്ടായി. ജനാധിപത്യം ഉണ്ടാകുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും അവർക്ക് ഒരുപാട് സ്വാതന്ത്ര്യം ലഭ്യമായി. ഇതിനെ തുടർന്ന് ഈസ്റ്റേൺ ജർമ്മനിയിൽ ഉണ്ടായിരുന്ന ഒരുപാട് ജർമ്മൻകാർ വെസ്റ്റേൺ ജർമ്മനിയിലേക്ക് കുടിയേറാൻ ശ്രമിച്ചു. 1949 മുതൽ 1961 വരെയുള്ള കാലയളവിൽ 35 ലക്ഷത്തോളം വരുന്ന ജർമ്മൻകാരാണ് ഈസ്റ്റേൺ ജർമ്മനിയിൽ നിന്നും വെസ്റ്റേൺ ജർമ്മനിയിലേക്ക് കുടിയേറിയത്. ഈ കുടിയേറ്റ കണക്ക് കൃത്യമാണ്, അത് നമുക്ക് നിഷേധിക്കാൻ സാധിക്കുകയില്ല. അതിൻ്റെ കാരണം എന്താണെങ്കിലും കാരണം രണ്ട് കൂട്ടരും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് അവതരിപ്പിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ പോലും രണ്ട് വിഭാഗമായിട്ട് തന്നെ ആളുകൾ തിരിഞ്ഞിട്ടുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടായിരിക്കുക. സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ അമേരിക്കയും UK ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ടായിരിക്കും. പക്ഷേ രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം രണ്ട് കൂട്ടരുടെയും ഭാഗത്തു നിന്നും മോശമായിട്ടുള്ള ഒരുപാട് നടപടികൾ ഉണ്ടായിട്ടുണ്ട്. സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ അമേരിക്ക ക്രൂരമായ രീതിയിലാണ് ജപ്പാനിലെ ഹിരോഷിമയും നാഗസാക്കിയും നശിപ്പിച്ച് കളഞ്ഞത്. എന്നാൽ ഈ രണ്ട് കൂട്ടരും നമ്മുടെ ലോകത്തെ സംരക്ഷിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. ഈ രണ്ട് കൂട്ടരും ഒത്തുചേർന്ന് പ്രവർത്തിച്ചതുകൊണ്ടാണ് ഹിറ്റ്ലർ എന്ന് പറയുന്ന ആ ഒരു കാളകൂട വിഷത്തെ നമുക്ക് നിർവീര്യമാക്കാനും മുസോളിനിയെ നശിപ്പിച്ച് കളയാനും ഒക്കെ സാധിച്ചത്. ജപ്പാൻ്റെ ക്രൂരതകൾക്ക് അറുതി വരുത്താനും സാധിച്ചത് ഇവരുടെ ഇടപെടൽ കാരണമാണ്. അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ രണ്ട് കൂട്ടരെയും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. രണ്ട് കൂട്ടർക്കും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, അതുപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്. ഈസ്റ്റേൺ ജർമ്മനിയിൽ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങനെ പലായനം ചെയ്തു പോയതുകൊണ്ട് ഒരു ബ്രെയിൻ റോട്ട് ഈസ്റ്റേൺ ജർമ്മനിയിൽ സംഭവിച്ചു. വിദഗ്ധരായിട്ടുള്ള ആളുകളും യുവാക്കളും ഒക്കെ വെസ്റ്റേൺ ജർമ്മനിയിലേക്ക് പോയി. ഈ ഒഴുക്ക് അവസാനിപ്പിക്കാൻ വേണ്ടി സോവിയറ്റ് യൂണിയൻ ഇടപെട്ടിട്ടാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിലൂടെ ഒരു വലിയ മതിൽ സ്ഥാപിക്കുന്നത്. ആ മതിലാണ് പിൽക്കാലത്ത് ബെർലിൻ വാൾ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങിയത്. ബെർലിൻ വാളുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. കാരണം 1989 വരെ നിലനിന്നിരുന്നതാണ് ബെർലിൻ വാൾ. പിന്നീട് അത് പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുന്നത് 1990കളുടെ തുടക്കത്തിലുമാണ്. അത് ഞാൻ ഈ ഘട്ടത്തിൽ പറയുന്നില്ല, കാരണം അത് സെക്കൻഡ് വേൾഡ് വാർ അല്ല. സെക്കൻഡ് വേൾഡ് വാറുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നടന്നത്, അത് വാസ്തവമാണ്. പക്ഷേ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ കൂട്ടത്തിൽ നമുക്കതിനെ പെടുത്താൻ സാധിക്കുകയില്ല. ഇങ്ങനെ ഒരു വാൾ പണിതതിൻ്റെ റീസണായിട്ട് സോവിയറ്റ് യൂണിയൻ പറയുന്നത് മറ്റ് പല കാര്യങ്ങളുമാണ്. സോവിയറ്റ് യൂണിയൻ പറയുന്നത് ഈ ഈസ്റ്റേൺ ജർമ്മനിയിലേക്ക് ഒരുപാട് ചാരന്മാർ വെസ്റ്റേൺ ജർമ്മനിയിൽ നിന്ന് വരുന്നുണ്ട്, സോവിയറ്റ് യൂണിയൻ്റെ പല കാര്യങ്ങളും അവർ ചോർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. ആ പറഞ്ഞ കാര്യം വാസ്തവം തന്നെയാണ്. അങ്ങനെ ചാരന്മാർ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ഈസ്റ്റേൺ ജർമ്മനിയിലോട്ട് മാത്രമല്ല, ഈസ്റ്റേൺ ജർമ്മനിയിൽ നിന്നും ഒരുപാട് ചാരന്മാർ വെസ്റ്റേൺ ജർമ്മനിയിലേക്കും പോയിട്ടുണ്ട്. ചാരന്മാരുടെ ഒരു കാലഘട്ടമായിരുന്നല്ലോ കോൾഡ് വാർ എന്ന് പറയുന്നത്. ഞാൻ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ചരിത്രം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ ഇത്തരത്തിലുള്ള ചരിത്രങ്ങൾ പറയുന്നത് ഞാൻ നിർത്തുന്നില്ല. ഇനി ഏത് ചരിത്രം അറിയാനാണ് നിങ്ങൾ താല്പര്യപ്പെടുന്നത്? ഒരുപാട് പേർ ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മുഗളന്മാരുടെയും മറാത്തകളുടെയും പരസ്പര വൈരാഗ്യവും അവർ തമ്മിൽ നടന്നിട്ടുള്ള യുദ്ധങ്ങളും അവരുടെ ചരിത്രവും. അതാണോ അടുത്തതായി ചെയ്യേണ്ടത്? അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷനാണോ? റഷ്യയിൽ എങ്ങനെയാണ് കമ്മ്യൂണിസം ഉണ്ടായതെന്നും എങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ തകർന്നതെന്നും പറയുന്ന ചരിത്രമാണോ? അതുമല്ലെങ്കിൽ ഓസ്ട്രേലിയയുടെ പൂർണ്ണമായിട്ടുള്ള ചരിത്രമാണോ? അമേരിക്കയുടെ പൂർണ്ണമായ ചരിത്രമാണോ? റഷ്യയുടെ പൂർണ്ണമായിട്ടുള്ള ചരിത്രമാണോ? എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത്? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ എന്താണോ ആവശ്യപ്പെടുന്നത് അതായിരിക്കും ചെയ്യുക. അതുകൊണ്ട് ഒരു മടിയും കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ട് താഴെ രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഞാനൊരു 25 മെമ്മറി ട്രിക്കുകൾ പറഞ്ഞുതരാം. ഈ മെമ്മറി ട്രിക്കുകൾ ഉപയോഗിച്ച് എത്ര കടുകട്ടിയായിട്ടുള്ള വിഷയങ്ങളും വളരെ ഈസി ആയിട്ട് പഠിക്കാനും അത് ദീർഘനാളത്തേക്ക് നിങ്ങളുടെ ഓർമ്മശക്തിയിൽ സൂക്ഷിക്കാനും സാധിക്കുന്നതാണ്. ഈ 25 മെമ്മറി ട്രിക്കുകൾ ഒരു കോഴ്സിൻ്റെ രൂപത്തിൽ ബ്രൈറ്റ് കെയർലൈറ്റിൻ്റെ വെബ്സൈറ്റിലും അതുപോലെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിലും ഇപ്പോൾ ലഭ്യമാണ്. 3000 രൂപയാണ് ഈ കോഴ്സിൻ്റെ ഫീ. എന്നാൽ നിങ്ങൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ 20% ഡിസ്കൗണ്ട് ലഭിക്കുന്നതാണ്. അതിനുവേണ്ടി സ്ക്രീനിൽ കാണുന്നത് പോലെ മെമ്മറി 20 എന്ന പ്രോമോ കോഡ് ഉപയോഗിക്കുക. ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമൻറ്റിലും ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്. താല്പര്യമുള്ളവർ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുക.